നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം രാഷ്ട്രീയം CPM ആരോപണത്തിന്റെ വെടിയുതിർത്തത് മുഖ്യമന്ത്രിക്ക് നേരെ, കൊണ്ടത് പിണറായി വിജയന്. വിഴിഞ്ഞം വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശനെ രാഷ്ട്രീയമായി വളയാമെന്ന കണക്കുകൂട്ടലുമായി ഇറങ്ങിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എന്നാൽ ഇന്ന് പ്രതിരോധത്തിലാകുന്നത് മുഖ്യമന്ത്രിയല്ല, പിണറായി വിജയൻ തന്നെ. മംഗളൂരു യാത്ര മുതൽ അദാനിയുമായുള്ള ബന്ധം വരെ, MD ദിവ്യ എസ് അയ്യരുടെ സ്ഥലം മാറ്റം മുതൽ തുറമുഖ ഇടപാടുകൾ വരെ ഒന്നിന് പിന്നാലെ ഒന്നായി ഗുരുതരമായ രാഷ്ട്രീയ ആരോപണങ്ങൾ CPM ഉയർത്തി. പക്ഷേ ആ ആരോപണങ്ങൾക്ക് കരുത്തു പകരാൻ സ്വന്തം പാർട്ടി പോലും തയ്യാറാകുന്നില്ല. EP ജയരാജൻ, KK ശൈലജ, PK ശ്രീമതി അദാനിയോ ദിവ്യ എസ് അയ്യരുടെ സ്ഥലം മാറ്റത്തെയോ എതിർത്തില്ല എന്ന് മാത്രമല്ല, പിണറായിയും MV ഗോവിന്ദനും മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളെയും പേരെടുത്തു പറയുന്നത് ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെയാണെങ്കിലും രാഷ്ട്രീയമായി ചോദ്യം ചെയ്യപ്പെടുന്നത് ആരാണെന്ന് വ്യക്തമാവുകയാണ്. പാർട്ടിയിൽ അവസാന വാക്ക് പറഞ്ഞ നേതാവായിരുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി VD സതീശനെതിരെ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണം ഇന്ന് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ വിശ്വാസ്യത ഇല്ലാത്തതാകുന്നു. മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാൻ എറിഞ്ഞ കല്ല് തിരിഞ്ഞ് സ്വന്തം രാഷ്ട്രീയ വിശ്വാസ്യതയിലേക്കാണോ പതിച്ചത്? ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. വിഴിഞ്ഞം വിഷയത്തിൽ VD സതീശൻ വളഞ്ഞോ, അതോ സ്വന്തം പാർട്ടിയിലെ നേതാക്കളുടെ മറുപടികൾക്ക് മുന്നിൽ പിണറായി വിജയനാണോ പ്രതിരോധത്തിലായത്? വിഴിഞ്ഞം പദ്ധതിയിലെ ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ കഴിഞ്ഞ ദിവസം ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു CPM ഉന്നയിച്ചത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കടുത്ത ഭാഷയിലാണ് VD സതീശനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത്. ദേശാഭിമാനിയെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് MV ഗോവിന്ദൻ ആരോപണം ആവർത്തിച്ചത്. VD സതീശൻ അദാനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുകയായിരുന്നു ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ. ഓഹരി കൈമാറ്റം സർക്കാർ അറിഞ്ഞാണോ നടത്തിയത് എന്ന കാര്യം വ്യക്തമാക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറുപടിയായി നൽകിയ ആരോപണം എന്ന് പറയുന്നത് അന്നത്തെ സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് ഓഹരി കൈമാറ്റത്തിനായുള്ള ചർച്ച അദാനി പോർട്ട് നടത്തിയത് എന്നുള്ള കാര്യമാണ്. അതിനുശേഷമാണ് പാർട്ടിക്കുള്ളിൽ തന്നെ CPM-ൽ തന്നെ എതിർ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നത്. EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ ഇവർ പരസ്യമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. നേരത്തെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. അതിൽ MD ദിവ്യ എസ് അയ്യരെ അവിടെ നിന്ന് മാറ്റിയത് അദാനിയുടെ താൽപര്യപ്രകാരമാണ് എന്നുള്ള ആരോപണം പോലും ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ ആരോപണവും നേരത്തെ പറഞ്ഞ 3 നേതാക്കളും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. EP ജയരാജൻ ഒരു മുഴം കൂടി കടത്തിയേറിയുകയാണ്. അദ്ദേഹം പറയുന്നു അഴിമതി വിഷയം ഇതിൽ ഉന്നയിക്കരുത് എന്നുള്ള കാര്യം. EP ജയരാജന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. ഏതെങ്കിലും ആളുകൾക്ക് അഴിമതി നടത്തും എന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അത് ഉന്നയിക്കട്ടെ. ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ, മന്ത്രിമാർ, വിജിലൻസ്, ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അവരെല്ലാം അന്വേഷിക്കട്ടെ. ഞാൻ ഇത്തരമൊരു ആരോപണങ്ങളൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ആരാണോ ആശയം ഉന്നയിക്കുന്നത് അവരോട് ആശയവിനിമയം നടത്തി കാര്യം വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് EP ജയരാജന്റെ വാക്കുകൾ. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ CPM-ലാണ് കടുത്ത ഭിന്നത ഉണ്ടായിരിക്കുന്നത്. പാർട്ടി വിഴിഞ്ഞം വിഷയത്തിൽ 2 വഴിക്ക് നീങ്ങുകയാണ്. പിണറായി വിജയനെതിരെയുള്ള പടയൊരുക്കം കൂടിയാണോ ഇത്? ശ്രീ M ജയചന്ദ്രൻ, ശ്രീ CB സത്യൻ, ശ്രീ PM നിയാസ്, ശ്രീ MS വേണുഗോപാൽ, ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവരാണ് ചേരുന്നത് പ്രൈം ഡിബേറ്റിൽ. ശ്രീ M ജയചന്ദ്രൻ, കാര്യങ്ങൾ കൂടുതൽ തെളിഞ്ഞു വരികയാണല്ലോ. CPM-ൽ ഇത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ, MV ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങൾ, ഇതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണല്ലോ ഇന്ന് EP ജയരാജനും PK ശ്രീമതിയും KK ശൈലജയും പറഞ്ഞത്. വിഴിഞ്ഞം വിഷയത്തിൽ മാത്രമായി ഇത് ഒതുങ്ങി നിൽക്കുന്നതാണോ? എന്താണ് പാർട്ടിയിൽ സംഭവിക്കുന്നത്? മഞ്ജുഷ, ഇത് പാർട്ടിയിൽ സംഭവിക്കുന്നു എന്നുള്ളത് അതിലേക്ക് വരാം. അത് ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതാണ്. താങ്കൾ ആ വിഷയം ഉന്നയിച്ചല്ലോ. പക്ഷേ ഈ ഉന്നയിക്കപ്പെട്ട വിഷയം, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട വിഷയം, അത് പരിശോധിക്കണ്ടേ? അതിന്റെ വസ്തുതയിലേക്ക് പോകണ്ടേ? അത് ശരിയോ തെറ്റോ എന്ന് ആദ്യം ഒരു നിഗമനത്തിലെത്തണ്ടേ? അതൊക്കെ എങ്ങനെയാണ് സാധിക്കുക? ഈ വിഷയം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനാണ്. ജൂലൈ 1-നാണ് ആ സബ്മിഷൻ ഉന്നയിക്കുന്നത്. അങ്ങനെയാണ് ഈ വിഷയം കേരളത്തിന്റെ പൊതുബോധത്തിലേക്ക് വരുന്നത് തന്നെ. അപ്പോഴാണല്ലോ പിന്നീട് ഓരോരുത്തരായിട്ട് ഇതിങ്ങനെ ചകഞ്ഞു പോകുന്നതും കാര്യങ്ങൾ കുറേശ്ശെയായിട്ട് വെളിയിൽ വരുന്നതും. അവസാനം വെളിയിൽ വരുമ്പോഴെന്താണ്, ഒരു ലിസ്റ്റഡ് കമ്പനിയാണ് അദാനി കമ്പനി എന്ന് പറയുന്നത്, അദാനി പോർട്സ്.
ആ ലിസ്റ്റഡ് കമ്പനി അവരെ തങ്ങളുടെ ഓഹരി വിൽക്കുമ്പോൾ സ്വാഭാവികമായും സെബി അറിയണം. സെബി അറിഞ്ഞിട്ടില്ല എന്നുള്ളത് പിന്നെ കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് വെളിപ്പെടുന്നത്. സെബിയുടെ തന്നെ ചോദ്യം ഉണ്ടായിരുന്നല്ലോ, അപ്പോഴാണ് വെളിപ്പെടുന്നത്. അപ്പൊ സെബി അറിയാതെ എങ്ങനെയാണ് ഒരു ലിസ്റ്റഡ് കമ്പനി അവരുടെ ഷെയർ വിൽക്കുക എന്നുള്ള പ്രാഥമികമായ ചോദ്യത്തിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. അതാർക്കും അറിയാത്തതല്ലോ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട പ്രാഥമികമായ കാര്യമാണ് ഒരു ലിസ്റ്റഡ് കമ്പനി അവരുടെ ഷെയർ വിൽക്കുമ്പോൾ സെബി അറിയണം എന്നുള്ളത്. ഇക്കാര്യത്തിൽ സെബി അറിഞ്ഞിട്ടില്ല. ഒരു കാര്യം, എന്തുകൊണ്ടാണ് സെബി അറിയിക്കാതെ ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാൻ ഇത്ര തത്രപ്പാട് കാണിക്കുന്നത് എന്തിനാണ് അദാനി കമ്പനി എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ കാര്യമാണ്, ഗവൺമെന്റിന്റെ അകത്തൊരു പ്രധാനപ്പെട്ട കക്ഷിയാണ്, ഉടമസ്ഥ ഗവൺമെന്റിനാണല്ലോ, നടത്തിപ്പുകാരാണല്ലോ അദാനി കമ്പനി. അപ്പോൾ ഉടമസ്ഥതയുള്ള ഗവൺമെന്റിനോട് മുൻകൂട്ടി അറിയിക്കണമെന്ന് വ്യവസ്ഥ ഉള്ളപ്പോ പിന്നെ 5.3, 5.9 വകുപ്പുകളിലൊക്കെ കാര്യങ്ങൾ പലവട്ടം ചർച്ച ചെയ്തായിരുന്നു. അതിലേക്ക് പോകും. അത് പലവട്ടം ചർച്ച ചെയ്തതുമാണ്. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞ സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ള കാര്യം ദേശാഭിമാനി തന്നെ ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി വി ഡി സതീശൻ അത് പ്രതിരോധിച്ചതുമാണ്. ഇനി ശരി, അതിനെ എതിർത്ത് പറയുവാൻ CPM-ന് കഴിഞ്ഞു. അത് MV ഗോവിന്ദൻ പറഞ്ഞു. ദേശാഭിമാനിയെ അല്ല ഇക്കാര്യത്തിൽ മുഖവിലേക്ക് എടുക്കേണ്ടത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ നിലപാട് പറയേണ്ടത്. അവിടെ ഒരു അഴിമതി നടക്കുന്നു എന്നുള്ള കാര്യം പോലും CPM ഉന്നയിച്ചുകൊണ്ടിരുന്ന ഈ സമയത്താണ് ശ്രീ M ജയചന്ദ്രൻ കാര്യങ്ങൾ മാറി. ഇപ്പോൾ CPM-ൽ നിന്ന് തന്നെ ഇന്ന് EP-യുടെ വാക്കുകൾ പറയുന്നത് അഴിമതി ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെ അത് വ്യക്തമാക്കട്ടെ എന്നുള്ള കാര്യമാണ്. അഴിമതി ആരാണ് ഉന്നയിച്ചത്? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും MV ഗോവിന്ദനുമാണ് അഴിമതി ആരോപണം പോലും ഉന്നയിച്ചത്. അവിടെയാണല്ലോ ഈ മംഗലാപുരം യാത്രയൊക്കെ വന്നത്. അദാനിയുമായുള്ള ഡീലിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് വി ഡി സതീശൻ മംഗലാപുരത്തേക്ക് പോയത് എന്നുള്ള കാര്യം. അതൊന്നും ഉന്നയിക്കേണ്ട എന്നാണ് EP-യുടെ വാക്കുകൾ. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞത് എന്താണ്? MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയത് അത് അദാനി പറഞ്ഞതുകൊണ്ടാണെന്നാണ്. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ വേണ്ട എന്ന്, അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് PK ശ്രീമതി പറയുന്നു, KK ശൈലജ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ആർക്കാണ് കൊള്ളുന്നത്? മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ഒരു കല്ലെറിയുകയായിരുന്നു CPM ചെയ്തത്. അതിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമായിരുന്നു. ആ കല്ല് തിരിച്ചു വരികയാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ശ്രീ M ജയചന്ദ്രൻ. അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അല്ല, മഞ്ജുഷന്റെ ഫോക്കസ് എനിക്ക് മനസ്സിലായി. ഞാൻ അതിലേക്ക് വരാമെന്ന് ആദ്യമേ തുടക്കത്തിലെ പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയും. താങ്കളുടെ ഫോക്കസ് എനിക്ക് മനസ്സിലായി. ഈ ചർച്ചയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഓക്കെ, പക്ഷെ എനിക്കിതിനകത്ത് പറയാനുള്ള കാര്യം അങ്ങനെ അങ്ങോട്ട് വരാൻ കഴിയും. അതുകൊണ്ടാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, അനാവശ്യമായ ഒരു ധൃതി, ആ അനാവശ്യമായ ധൃതി എന്തിനാണ് ഉണ്ടായത് എന്നുള്ളിടത്താണ് ഈ പ്രശ്നമെല്ലാം പിന്നീട് ഓരോന്നോരോന്നായിട്ട് വെളിയിൽ വരുന്നത്. അപ്പോഴാണ് CPIM-ന്റെ പിന്നെ 2 പൊളിറ്റ് ബ്യൂറോ മെമ്പർമാരായ പിണറായി വിജയനും MV ഗോവിന്ദനും, യഥാക്രമം പ്രതിപക്ഷ നേതാവും പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയുമാണ്, രണ്ടുപേരും പിന്നെ അവരുടെ നിലപാട് പറഞ്ഞു. ആ നിലപാടിനോട് യോജിക്കാതെയാണ് PB മെമ്പർമാരായ ഇദ്ദേഹം EP ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചെന്നാണല്ലോ മഞ്ജുഷ് പറയുന്നത്. അതിൽ പിന്നെ EP ജയരാജൻ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു. EP ജയരാജൻ പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിന് അഴിമതി ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല, ഇവിടെ അഴിമതി ആരോപണമല്ല ഉന്നയിക്കേണ്ടത് എന്ന നിലയിലൊക്കെ EP ജയരാജനെ പോലെ ഒരു സീനിയർ നേതാവ്, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം, ഭരണപരിചയമുള്ള ആൾ, MLA മന്ത്രിയും ഒക്കെ ആയിരുന്ന ആള് ഇത്തരം ഒരു കാര്യത്തിൽ ഇങ്ങനെ വളരെ ഈ അലക്ഷ്യമായ ഒരു മറുപടി പറയുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാനേ അല്ലെങ്കിൽ യോജിക്കാനോ പൊരുത്തപ്പെടാനോ കഴിയില്ല. എന്നെ സംബന്ധിച്ച് അത് പിന്നെ ഒട്ടും പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു വിശദീകരണവും മറുപടിയാണ് EP ജയരാജൻ നൽകിയെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കാരണം അദ്ദേഹത്തിന്റെ സീനിയർമാരായിട്ടുള്ള ഇപ്പൊ MV ഗോവിന്ദൻ അദ്ദേഹം സീനിയർ അല്ല, ശരിയാണ്. പക്ഷെ MV ഗോവിന്ദൻ പൊളിറ്റ് ബ്യൂറോ മെമ്പറും പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയുമാണ്. പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന പ്രതിപക്ഷ നേതാവുമാണ്. അവർ രണ്ടുപേരും ഒരു നിലപാടെടുത്ത കാര്യത്തിൽ, ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമോ തർക്കമോ സംശയമോ ഉണ്ടെങ്കിൽ പാർട്ടിക്കകത്ത്, ഇപ്പൊ കേന്ദ്ര കമ്മിറ്റി ഈ മാസം ഒടുവിൽ ചേരാൻ പോവുകയാണ്. അപ്പൊ കേന്ദ്ര കമ്മിറ്റിയിലാണ് അദ്ദേഹത്തിന്റെ ഘടകം, അതായതുകൊണ്ട് അവിടെയാണ് അത് ഉന്നയിക്കേണ്ടത്. അത് മാധ്യമങ്ങൾ വഴി ഇത്തരത്തിലൊരു സംശയത്തിന്റെ മുന വെച്ച് പറയുമ്പോ ഇപ്പൊ തന്നെ തളർന്നിരിക്കുന്ന അല്ലെങ്കിൽ നിർവീര്യരാക്കപ്പെട്ടിരിക്കുന്ന പാർട്ടി അണികൾ, CPIM-ന്റെ മാത്രമല്ല LDF-ന്റെ ഉൾപ്പെടെ ഉള്ള അണികൾക്ക് അത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതെങ്കിലും ഓർക്കേണ്ടത്. മറ്റൊരു കാര്യം കൂടിയുണ്ട് ശ്രീ M ജയചന്ദ്രൻ, താങ്കളിലേക്ക് വരാം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത്
കഴിഞ്ഞ ചെയ്തികൾ അത് CPM-ന് തിരിച്ചടിയാവുകയാണ്. വിഴിഞ്ഞം വിഷയത്തിലൊക്കെ നിന്ന നിൽപ്പിലാണ് യു ടേൺ അടിച്ചിരിക്കുന്നത്. അതാണ് പ്രശ്നം. ഇപ്പോഴത്തെ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം മറന്നുകൊണ്ടാവരുത്. അതാണ് പിണറായി വിജയനെതിരെ എന്ന് തോന്നിപ്പിക്കുന്നത്. എന്നല്ല, അതുതന്നെയാണ് പിണറായി വിജയനെതിരെ തന്നെ ഇത്തരത്തിലുള്ള എതിർ സ്വരങ്ങൾ വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ സിബി സത്യൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്ന് 3 പേരാണ്, 3 പ്രമുഖ നേതാക്കളാണ്, EP ജയരാജൻ, KK ശൈലജ, PK ശ്രീമതി. ഇവർ 3ഉം പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി വിഴിഞ്ഞം വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമാണല്ലോ. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി പറഞ്ഞ വാക്കുകളെ വിമർശിച്ചുകൊണ്ടാണ് ഇവർ സംസാരിച്ചത് എങ്കിൽ പോലും ചെന്നുകൊള്ളുന്നത് പിണറായി വിജയനിലേക്കാണല്ലോ. അതെ, ഇത് കൃത്യമായൊരു പാളയത്തിൽ പട എന്ന് തന്നെ പറയാൻ പറ്റും മഞ്ജുഷ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാർട്ടിക്ക് ഏകാത്മകമായ ഒരു ഒരേ സ്വരം ഇക്കാര്യത്തിൽ അതിശക്തമായ ഭാഷയിലാണ് മറ്റുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്തൊരു രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് ഇത് ഇടതുപക്ഷ നയങ്ങളുടെ തുടർച്ച തന്നെയാണ്. LDF സർക്കാർ എന്താണോ വിഴിഞ്ഞം വിഷയത്തിലിടുന്ന നിലപാട്, വിഴിഞ്ഞം വിഷയത്തിൽ അദാനിയെ കൊടുത്ത സപ്പോർട്ട്, അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴത്തെ UDF സർക്കാരും ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം അത് ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റണമെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു സൗഹൃദ നിലപാട് തന്നെ ഒരു മുന്നോട്ടെടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഉയരുന്ന ഒന്ന് രണ്ട് നൈതികമായ പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഒരു പാർട്ണർ എന്ന നിലയ്ക്ക് സംസ്ഥാന സർക്കാരിനെ നേരത്തെ അറിയിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന ആൾക്കാരെയും ഒക്കെ അവര് യഥാസമയത്ത് അറിയിച്ചിട്ടുണ്ടാവും. കാരണം അതിന് മുമ്പത്തെ സർക്കാരിനെ അത് യഥാസമയം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നേരത്തെ വന്ന വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം എന്നാൽ ഔദ്യോഗികമായിട്ട് സർക്കാർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയെ അവർ അറിയിച്ചിട്ടില്ല. അതാണ് ഇതിനകത്ത് ഒരു ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയാവുന്ന ഒരു കാര്യം. അപ്പം അതിനകത്താണ് നമുക്ക് ഇതിനെ സ്ലോ ആക്കണോ അല്ലെങ്കിൽ പെട്ടെന്ന് അനുമതി കൊടുക്കണോ മറ്റേതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് സർക്കാരിന്റെ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പം നിലവിൽ നമ്മൾ നോക്കണം, നമുക്ക് ഒരു തരത്തിൽ ഇതിനെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലൊരു തുറമുഖം ആരംഭിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നിരവധി കോർപ്പറേറ്റുകളെ അങ്ങോട്ട് പോയി കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പൊ ഉമ്മൻചാണ്ടി അവസാനം ഈ പറഞ്ഞ അദാനി ഗ്രൂപ്പുമായിട്ട് ചർച്ച നടത്തിയിട്ടാണ് അവരെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. എന്നിട്ട് തന്നെ അവർ കഠിന നിബന്ധനകളൊക്കെ വെച്ചു. അവസാനം നോക്കൂ, ഇതിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 2500 കോടി രൂപയാണ് അദാനിക്ക് ചെലവായത് എന്നാണ് വാർത്തകളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2500 അല്ലെ 2800 കോടി രൂപ ചെലവാക്കിയ ഒരു തുറമുഖത്തിന്റെ 49% 13,300 കോടി രൂപയ്ക്ക്, അതായത് അതിന്റെ 2,800 പകുതി എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു എത്ര വരുന്നത്, 1,600 1,700 അല്ലെങ്കിൽ 1,800 എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഒറ്റയടിക്ക് ഈ പറഞ്ഞതുപോലെ അതിന്റെ പകുതിക്ക് 13,300 കോടി രൂപയുടെ വാല്യൂ വരിക എന്ന് പറയുന്നത് വേറെ വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് വലിയ ഉണർവുണ്ടാകുന്ന ഒരു സംഗതിയാണ്. കാരണം കേരളത്തിൽ ആരംഭിച്ച ഒരു വ്യവസായ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന് ഇത്രയേറെ ഇരട്ടി തുക, ഏതാണ്ട് 10 ഇരട്ടിയോളം തുക ആർജിച്ചെടുക്കാൻ സാധിക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ എന്ന് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ 3 നേതാക്കളും പറഞ്ഞതാണല്ലോ വികസനത്തിന് ഉതകുന്ന കാര്യങ്ങൾ. EP അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ അഴിമതി പറഞ്ഞുകൊണ്ട് ഈ വികസനത്തെ തടസ്സപ്പെടുത്തരുത് എന്ന രീതിയിലായിരുന്നു EP-യുടെ ഇന്നത്തെ സംസാരം വന്നത്. അപ്പോൾ ഇവിടെ വികസനത്തിനെതിരെ ഈ ഭരണത്തിലിരിക്കുന്ന സമയത്ത് അദാനി ഞങ്ങളുടെ വികസന പങ്കാളിയാണെന്ന് പറയുകയും അതേസമയം പ്രതിപക്ഷത്തായി ഉടൻ തന്നെ ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ പിന്തുണയുമുണ്ട്. പക്ഷേ പാർട്ടിയിൽ ഭിന്നസ്വരം വരുമ്പോൾ പഴയ നിലപാടാണ് ശരി എന്ന് പറഞ്ഞ് പിണറായിയെ തിരുത്തുകയല്ലേ ചെയ്തിരിക്കുന്ന ഈ നേതാക്കൾ. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്ന്. അതെ, അത് അങ്ങനെ തിരുത്തല് CPM-ൽ വരികയാണെങ്കിൽ ആക്ച്വലി അത് ഒരു വളരെ നല്ല കാര്യമാണെന്ന് മാത്രമല്ല, അത് കേരളത്തിന്റെ വികസന കുതിപ്പിൽ ഏറെ സഹായകമാകുകയും ചെയ്യുന്ന. പക്ഷേ ശ്രീ M ജയചന്ദ്രൻ അതിനോട് യോജിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല എന്നാണ്. എന്തുകൊണ്ട് ശ്രീ ജയചന്ദ്രൻ സാർ ഇങ്ങനെ ഒരു നിലപാട് താങ്കൾ എടുക്കുന്നു? എന്തുകൊണ്ട് EP-യെ ഇക്കാര്യത്തിൽ താങ്കൾക്ക് അനുകൂലിച്ചുകൂടാ? അതെ 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 അല്ല, എന്തുകൊണ്ട് താങ്കൾക്ക് EP-യെ ഇക്കാര്യത്തിൽ അനുകൂലിക്കുവാൻ തോന്നുന്നില്ല? കാരണം വികസനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന അദ്ദേഹമാണ്. ഇതേ നിലപാടായിരുന്നു പാർട്ടിയും മുന്നണിയും അധികാരത്തിലുള്ള സമയത്ത്. വികസനത്തിന് അനുകൂലമായിരുന്നു. അല്ല, അങ്ങനെയല്ല. ഇതിന്റെ അകത്ത് നിങ്ങൾ പറഞ്ഞതുപോലെയല്ല. മുഖ്യമന്ത്രി തന്നെയാണല്ലോ നിയമസഭയിൽ പറയുന്നത്, ഞാൻ അറിഞ്ഞിട്ടില്ല, ഗവൺമെന്റ് അറിഞ്ഞിട്ടില്ല ഇത്ര ഒരു നീക്കം എന്ന് പറയുമ്പോ അതിന്റെ അപ്പുറത്തേക്ക് എന്താണ് EP ജയരാജൻ പറഞ്ഞാൽ ശരിയാവൂ? അത് മുഖ്യമന്ത്രിയാണ് നിയമസഭയുടെ ഫ്ലോറിൽ പറയുന്നത്, ഞാൻ അറിഞ്ഞിട്ടില്ല, എന്റെ ഗവൺമെന്റ് അറിഞ്ഞിട്ടില്ല ഈ ഇങ്ങനൊരു
ഓഹരി കൈമാറ്റം നടക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ അതിനെ സംബന്ധിച്ച് പിന്നെ രാഷ്ട്രീയ നേതാവായ പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുമ്പോൾ അത് അങ്ങനെയല്ല, മറ്റൊരു രൂപത്തിലാണ് ഇ പി പറഞ്ഞാൽ അതെങ്ങനെ ഏത് തരത്തിൽ ഏത് നിലയ്ക്കാണ് അംഗീകരിക്കാൻ കഴിയുക? അല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നത് ഇതിനൊക്കെ കൃത്യമായിട്ട് കരാറുകളുണ്ട്, അതനുസരിച്ച് സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ പോകണം, ഇങ്ങനെ അഴിമതി പറഞ്ഞുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തരുത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അഴിമതി പറയുന്നവർ അത് വ്യക്തമാക്കട്ടെ എന്നാണ്. ആരാണ് അഴിമതി ആരോപണം ഉന്നയിച്ചത്? പിണറായി വിജയനും അതുപോലെ തന്നെ എം വി ഗോവിന്ദനുമാണ്, കെ രാഗേഷും ഒക്കെയാണ്. അപ്പോൾ അവർ വ്യക്തമാക്കട്ടെ എന്നാണ് ഇ പി ജയരാജന്റെ വാക്കുകൾ. അതെന്തുകൊണ്ട് താങ്കൾക്ക് അനുകൂലിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന കാര്യം പറഞ്ഞത് സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള ഒളിച്ചുകളിയാണെന്നാണ്. പക്ഷേ കഴിഞ്ഞ സർക്കാർ ഇത് അറിഞ്ഞിരുന്നു സർ, കഴിഞ്ഞ സർക്കാർ അറിഞ്ഞിരുന്നു. പിണറായി സർക്കാർ ഇത് അറിഞ്ഞിട്ടും ഇപ്പോൾ ഒളിച്ചുകളി നടത്തുന്നത് ആരാണ്? പിണറായി വിജയനാണ്. അക്കാര്യമാണ് ഇ പി ഇന്ന് പൊളിച്ചത്. അല്ല, അങ്ങനെയല്ലല്ലോ ഈ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, കാണേണ്ടതും അങ്ങനെയല്ല. ശരിയായ ഒരു കാഴ്ചപ്പാടാകുന്നത് എങ്ങനെയാണ് മഞ്ജുഷ താങ്കൾ പറയുന്നത്? ഈ പ്രശ്നത്തിൽ അല്ല, താൻ അറിയാതെയാണ് ഇങ്ങനെ ഇടപാട് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിന്നെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന നിയമസഭയിലാണ് പറയുന്നത്. അതിനെ അവിശ്വസിക്കേണ്ട ഒരു കാര്യം ആർക്കും ഇല്ലല്ലോ. അത് സംബന്ധിച്ചാണല്ലോ പിന്നെ തർക്കങ്ങൾ വരുന്നത്. അത് സംബന്ധിച്ച് ഇ പി ജയരാജൻ തർക്കമൊന്നും ഉന്നയിച്ചിട്ടില്ലല്ലോ. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നില്ലല്ലോ. എനിക്കത് അറിഞ്ഞുകൂടാ. അഴിമതി ഉന്നയിച്ചപ്പോൾ തെളിയിക്കട്ടെ. ഈ നിലപാടാണ് അദ്ദേഹത്തിന്. അത് CPM നേതാവിന് യോജിച്ചതല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ശരി, ശ്രീ എം എസ് വേണുഗോപാൽ, ഇത് പാളയത്തിൽ പട എന്ന രീതിയിലാണോ താങ്കൾ കാണുന്നത്? അതോ ഇതിൽ ശരി പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒക്കെ ഉന്നയിക്കുന്ന പോലെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തണമായിരുന്നു, പക്ഷേ ആ സമയത്ത് ഇ പിയും ശ്രീമതിയും അതുപോലെ ശൈലജയും ഒക്കെ രംഗത്തെത്തിയത് ശരിയായില്ല എന്നാണോ താങ്കളുടെ നിലപാട്? എങ്ങനെയാണ് സഞ്ജുഷേ? പാളയത്തിൽ പട തുടങ്ങിയത് ഇപ്പോഴല്ല, നമ്മുടെ ഇലക്ഷൻ നടക്കുമ്പോഴേ പാളയത്തിൽ പട തുടങ്ങി. അതുകൊണ്ടാണ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ സഖാക്കളിൽ പലരും, സഖാവ് കുഞ്ഞികൃഷ്ണനും അതുപോലെ തന്നെ TK ഗോവിന്ദനും അതുപോലെ G സുധാകരനും വേണ്ടി വോട്ട് ചെയ്തത്. പക്ഷേ രഹസ്യമായിട്ടായിരുന്നു. അത് രഹസ്യമായിട്ടായിരുന്നു. കാരണം ഇവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും പോളിംഗ് ബൂത്തിൽ പോയി ഇവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്ത പ്രതിഭാസം അതിനകത്ത് നിലനിൽക്കുകയാണ്. അപ്പം തന്നെ അവിടെ രണ്ട് വഴിക്ക് രണ്ട് രീതിയിൽ പോകുന്ന സംവിധാനം തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അണികൾ നേതൃത്വത്തെ തിരുത്തണമെന്നാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതെങ്കിൽ, ഇപ്പം ഇടത്തരം നേതാക്കൾ നേതൃത്വത്തെ തിരുത്തുന്ന രീതിയിലേക്ക് പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് താങ്കൾ ഈ പറഞ്ഞ ഇ പി ജയരാജൻ അടക്കമുള്ളവരുടെ പ്രസ്താവനകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകാനുള്ള കാരണമുണ്ട് എന്നുള്ളതാണ്. ഇത് വെറും ചക്രത്തിപ്പോര് പോലെയാണ്. കാരണം MSC പോലുള്ള ഒരു അന്തർദേശീയ ഷിപ്പിംഗ് കമ്പനി, ലോകത്തെ 20% ഷിപ്പിംഗ് വ്യാപാരം നടത്തുന്ന ഒരു കമ്പനി, ഒരു ദിവസം രാവിലെ ഒളിച്ചു വന്ന് അദാനി പോർട്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമെന്ന് ഇവിടുത്തെ അന്നത്തെ മുഖ്യമന്ത്രിക്കും ഇന്നത്തെ മുഖ്യമന്ത്രിക്കും തോന്നലുണ്ടാവാൻ വഴിയില്ല. അവർ വ്യക്തമായി ഒരു വർഷം എങ്കിലും, മിനിമം 6 മാസമെങ്കിലും വ്യക്തമായ സ്റ്റഡി നടത്തി അവിടെ വിഴിഞ്ഞത്ത് വന്ന് അതിൻ്റെ എൻവയോൺമെൻറ്റും കൂടെ ഒക്കെ നോക്കി അവരുടെ എക്സ്പേർട്ടുകൾ പലവിധ പഠനങ്ങൾ നടത്തിയതിന് ശേഷം എത്രത്തോളം അവിടുത്തെ പോർട്ടിൻ്റെ വികസനം ഉണ്ടാക്കാം എന്നൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ 13,200 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. ദിവ്യ എസ് അയ്യർ എന്ന വിസലിൻ്റെ MD ഉൾപ്പെടെയുള്ളവർ ഇത് വളരെ മുമ്പേ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവരത് അന്നത്തെ മുഖ്യമന്ത്രിയോടും ഇന്നത്തെ മുഖ്യമന്ത്രിയോടും വ്യക്തമായി പറഞ്ഞിട്ടും ഉണ്ടാവണം. ഇനി ഇന്നത്തെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടില്ലെങ്കിലും അദാനി അത് രഹസ്യമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇതിങ്ങനെ സൂത്രത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയല്ല. പിന്നെ ഔദ്യോഗികമായി സെക്രട്ടേറിയറ്റിനകത്ത് ഒരു കത്ത് കൊടുത്തോന്ന് ചോദിച്ചാൽ ആ കത്ത് കൊടുത്തത് ജൂലൈ 2-ാം തീയതി ആണെന്ന് മാത്രമേ ഉള്ളൂ. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞുറപ്പിച്ച ഒരു കരാർ ഇവിടെ ഭംഗിയായി പിന്നെ MSCയുമായിട്ട് ഒപ്പിട്ടു. അത് സെബിയെ നേരത്തെ അറിയിക്കേണ്ടതുകൊണ്ട് അവരെ അറിയിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ പത്രപ്രസ്താവനയും നടത്തി. അപ്പോൾ അദാനി പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറഞ്ഞ് മട്ടിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. ഈ ഗവൺമെൻറ് ആയാലും ഇതിന് ഇവിടെ തോറ്റുപോയ പിന്നെ LDFൻ്റെ ഗവൺമെൻറ് വന്നാലും എനിക്കൊരു കുഴപ്പവും വരില്ല എന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിരുന്നു. പിന്നെ ഔദ്യോഗിക കത്ത് എപ്പോഴാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ജൂലൈ മാസത്തിലേ കൊടുത്തിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നമ്മൾ നേരത്തെ ചെവി പറഞ്ഞത് ഞാനിപ്പം രണ്ട് സർക്കാരുകളും അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഇത്. പിന്നെ MDയെ മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ്. കെ രാഗേഷ് പറയുന്നത് ഇത്
അദാനിക്ക് വേണ്ടിയായിരുന്നു അല്ലേ, അദാനിക്ക് വേണ്ടി മാറ്റി എന്നുള്ളതാണ്. കാരണം അദാനിക്കെതിരെ നിലപാടെടുത്തു, അതുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ ദിവ്യ എസ് അയ്യരെ മാറ്റി എന്നാണ്. പക്ഷേ ഇന്ന് കെ ശൈലജയും PK ശ്രീമതിയും വളരെ ശക്തമായാണ് ദിവ്യ എസ് അയ്യർക്ക് അനുകൂലമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അല്ല അവർക്ക് ഈ മാറ്റം വേണമെങ്കിൽ ആകാവുന്നതാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത്. പുതിയ സർക്കാരുകൾ വരുമ്പോൾ മാറ്റം ആകുന്നതിന് കുഴപ്പമില്ല, ഈ രണ്ട് നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. രണ്ട് നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം പക്ഷേ കെ രാഗേഷ് പറഞ്ഞ വ്യത്യസ്തമായിരുന്നു. കെ രാഗേഷിന് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന വലിയ നേതാക്കൾക്കും ഒക്കെ വേറെ താല്പര്യം കാണും. ദിവ്യ എസ് ആവിലാണോ ദുനിയാവിലാണോ എന്നുള്ള കാര്യം ഇങ്ങനെ പറയരുത് എന്നാണ് അല്ലേ, അങ്ങനെ ഒരു പ്രയോഗം പോലും PK ശ്രീമതി നടത്തുകയുണ്ടായി. കാരണം ദിവ്യ എസ് അയ്യർ അവിടെ നിൽക്കണമെന്ന് രാഗേഷിന് മാത്രമല്ല, രാഗേഷിൻ്റെ വലിയ നേതാവിനും ആഗ്രഹമുണ്ട്. അതിൽ വേറെ ചില കാര്യങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ദിവ്യ എസ് അയ്യരെ മാറ്റി ഇനി വേറെ ആര് വന്നാലും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. ഇവിടെ വിഴിഞ്ഞം പോർട്ടിൽ നമ്മൾ എന്തുകൊണ്ടാണ് 75 വർഷമായിട്ടും വിഴിഞ്ഞം പോർട്ട് വരാതിരുന്നത്? ഇപ്പോൾ വന്നതിന് ശേഷവും പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഇത് മുടങ്ങിപ്പോവുകയും മുണ്ടിപ്പോവുകയും ഒക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. സ്വാർത്ഥ താല്പര്യങ്ങൾ, സങ്കുചിത കക്ഷി താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഭരണത്തോട് ചേർന്ന് നിന്നും ഭരണത്തിൽ നിന്നും മാറി പ്രതിപക്ഷത്ത് വരുമ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തിക്കഴിഞ്ഞ് CPM-ന് ഒരു അവസരം കിട്ടിയതാണ് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാൻ. അത് ദേശാഭിമാനിയുടെ ജൂൺ 5 വാർത്ത ഉയർത്തിക്കാട്ടി ദേശാഭിമാനിയിലാണ് ആദ്യമായിട്ട് ഈ ഓഹരി കൈമാറ്റത്തെക്കുറിച്ചുള്ള വാർത്ത വന്നത് എന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ അങ്ങനെയല്ല, എക്കണോമിക് ടൈംസിലാണ് ഇത് ആദ്യം വാർത്ത വന്നത് എന്ന് സ്ഥാപിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നു. അതുമാത്രമല്ല, മാതൃഭൂമിയിൽ ജൂൺ 3 വന്ന വാർത്തയും ഉണ്ടായിരുന്നു. ഇത് രണ്ടും CPM-ന്റെ കയ്യിൽ പിടിവള്ളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ CPM ജയിച്ചു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു, ശരി ദേശാഭിമാനി അറിഞ്ഞു, അന്നത്തെ സർക്കാർ അറിഞ്ഞു എന്നുള്ള കാര്യം ആയിക്കോട്ടെ, അതിൽ MP ഗോവിന്ദൻ ദേശാഭിമാനിയെ തള്ളിപ്പറയുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ സർക്കാർ അറിഞ്ഞില്ല എന്ന് വരുത്തുകയും ചെയ്തു. പക്ഷേ ഈ കിട്ടിയ അവസരം വിനിയോഗിക്കുവാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. അതിന് കാരണം ഇപ്പോൾ ഈ പാർട്ടിയിൽ ഉടലെടുത്തിരിക്കുന്ന ഈ പടലപ്പിണക്കമാണല്ലോ. പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്ന ഈ ഒരു രംഗം. മനുഷ്യ, ഞാൻ ഇതിനകത്ത് രണ്ട് രീതിയിൽ ഈ കാര്യങ്ങളെ കാണാം. ആദ്യത്തെ കേസ് ശ്രീ വേണുഗോപാൽ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് ഈ ഡീലിനെ കുറിച്ച് ഒരു 2-3 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് CPM-ന്റെ വിഷയത്തിലേക്ക് കിടക്കാം. അതായത് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നോർമലി MSC എന്ന് പറയുന്ന കമ്പനി ഇതിനകം തന്നെ 2 പോർട്ടുകളിൽ അദാനിയുടെ ഒരു അലയൻസ് പാർട്ണറാണ്. 2 പോർട്ടുകളിൽ അദാനിയായിട്ട് ഓൾറെഡി അവർ സൈൻ ചെയ്തിട്ടുണ്ട്, അവരതിന്റെ പാർട്ണറാണ്. ഇനി വിഴിഞ്ഞം പദ്ധതി തുടങ്ങുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ഇത്തരം ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഫോർ എക്സാമ്പിൾ ഇതുപോലെ വാല്യൂ അറൈവ് ചെയ്യുക, 13,300 കോടി രൂപ, 49% ഓഹരിക്ക് വാല്യൂ ഉണ്ട് എന്ന് അറൈവ് ചെയ്യാൻ തന്നെ ഒരു വലിയ പ്രോസസ് ഉണ്ട്. അപ്പൊ സാധാരണഗതിയിൽ ഇത്തരം ഡ്യൂ ഡിലിജൻസ് പ്രോസസ്സുകൾക്ക് ഒരു 6 മുതൽ 9 മാസം വരെ സമയമെടുക്കും. അതായത് ഇപ്പൊ ഇന്ന് ഈ തീരുമാനത്തിലേക്ക്, അതായത് ഇങ്ങനൊരു വാല്യുവേഷനിലേക്ക് അവരെത്തി ഇതേപോലെ കാര്യങ്ങൾ തീരുമാനിച്ച് അത് സെബിയെ അറിയിക്കണമെങ്കിൽ അതിനർത്ഥം അതൊരു 95% അത് കംപ്ലീറ്റ് ആയിരിക്കുന്നു ഡീൽ എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ പോയിന്റ്. ഇനി ഒരു 5% എന്ന് പറയുന്ന അപ്രൂവൽസ് മാത്രമാണ്. അതായത് സെബിയുടെ അപ്രൂവൽ വേണം, കേന്ദ്ര സർക്കാരിന്റെ അപ്രൂവൽ വേണം, അലയൻസ് പാർട്ണറുടെ അതായത് കേരള സർക്കാരിന്റെ അപ്രൂവലുകൾ വേണം. അങ്ങനെ അപ്രൂവലുകളുടെ സംഗതി മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അപ്പം 95% വർക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ, അതായത് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ ഈ ചർച്ച തുടങ്ങിയിട്ടുണ്ടാവും. ഉദ്ഘാടനം ചെയ്ത് ഒരു വർഷം കഴിയുമ്പോൾ മാത്രമേ ഈ ഓഹരി വിൽപ്പന സാധ്യമാകൂ എന്നുള്ളത് കൊണ്ട് അതുവരെ അവർ നിർത്തിവെച്ചിരുന്നു. അതിനുശേഷം അവർ കംപ്ലീറ്റ് ആയിട്ട് ആ ഓഹരി വിൽപ്പനയുടെ ഫുൾ സ്ട്രെങ്ത് ആയിട്ടുള്ള പരിപാടികൾ ആരംഭിച്ചു. ഇത് കംപ്ലീറ്റ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വളരെ കൃത്യമായിട്ട് ഈ പദ്ധതി, ഈ ഒരു ഡ്യൂ ഡിലിജൻസ് ഏർപ്പാട് നടന്നു വരികയും, കാരണം അവർക്ക് ഒരുപാട് രേഖകൾ, തേർഡ് പാർട്ടികൾ വരും, അവർക്ക് ഒരുപാട് രേഖകൾ പരിശോധിക്കണം. എന്നിട്ട് മാത്രമേ, അതിനുശേഷം മാത്രമാണ്, അതായത് ഇപ്പം KPMG-യോ അല്ലെങ്കിൽ ഡെലോയിറ്റോ അല്ലെങ്കിൽ PwC-യോ അല്ലെങ്കിൽ അതുപോലെ ഡോയ്ച്ച് ബാങ്കോ അല്ലെങ്കിൽ JP മോർഗനോ ഇതുപോലുള്ള ഏതെങ്കിലും കമ്പനികൾ വന്ന് കംപ്ലീറ്റ് ഡ്യൂ ഡിലിജൻസ് നടത്തും. അങ്ങനെ ഡ്യൂ ഡിലിജൻസ് നടത്തുന്ന ആ പ്രോസസ്സ് 6 മുതൽ 9 മാസം വരെ നീണ്ടു നിൽക്കും. അപ്പൊ അങ്ങനെ ഡ്യൂ ഡിലിജൻസ് നടത്തണമെങ്കിൽ അവർക്ക് എല്ലാ രേഖകളും പരിശോധിച്ച് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ദിവ്യ എസ് അയ്യർ അടക്കമുള്ള മുഴുവൻ ആൾക്കാരുടെ അറിവോട് കൂടി തന്നെ ഇത് നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സ് നടന്നു വരുമ്പോൾ അതിനെപ്പറ്റി വേണ്ടുന്ന എല്ലാവർക്കും അറിയാം. അത് വാക്കാൽ എല്ലാവരും അറിഞ്ഞിരിക്കും. മനസ്സിലായോ? അപ്പൊ അതിനുശേഷം ഈ പറഞ്ഞതുപോലെ നമ്മൾ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതൊരു കൺസേൺ ആണ്. അപ്പൊ ആ കൺസേൺ ആണ് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ അറിയാം, ശരിയാണ്, മുഖ്യമന്ത്രി അദ്ദേഹം അറിഞ്ഞു കാണത്തില്ല. കഴിഞ്ഞ തവണയും മുഖ്യമന്ത്രി എന്ന നിലയിൽ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഓഫീസിനെ അതൃപ്തി പ്രകടിപ്പിച്ച് അതേ ദിവസം തന്നെ അറിയിക്കുകയും ചെയ്തു.
അതെ അതെ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമുക്കൊരു പ്രതിഷേധം ഉയർത്താമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് വലിയ കാര്യമായ സംഗതികളൊന്നുമല്ല. കാരണം ഒരു വർഷം കഴിഞ്ഞാൽ ഇത് വിൽക്കാം, 49% വരെ വിൽക്കാം എന്ന് പറയുന്ന വളരെ കൃത്യമായ ഒരു 74% വരെ വിൽക്കാം എന്ന് പറയുന്ന ഒരു കരാർ ഈ രണ്ട് പിന്നെ എന്താ പറയുന്നത് ഗവൺമെന്റിനും അദാനിക്കിടയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. സർക്കാരിനെ അറിയിച്ചാൽ മതി. വിൽക്കുന്നതിൽ യാതൊരു സർക്കാരിനെ അറിയിച്ചാൽ മതി. അപ്പൊ ആ ഒരു പ്രോസസ്സ് അവരിപ്പോ അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് കാലതാമസം എടുപ്പിക്കാം, കുറച്ചൊന്ന് പിടിച്ചു വെക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശത്തിന് അനുകൂലമല്ല. പിന്നെ കോർപ്പറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ് എന്നൊരു ധാരണ കേരളത്തിലെ ജനങ്ങൾക്ക് പണ്ടേ ഉണ്ട്, അല്ലെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഇതുകൊണ്ട് കുറച്ച് രാഷ്ട്രീയം കളിക്കാമെങ്കിൽ അതിനൊരു സാധ്യത ഒരു മൂലയ്ക്ക് ബാക്കി കിടപ്പുണ്ടെന്ന് മാത്രം. ഇനി രണ്ടാമത്തെ കേസ് വരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഗതിയാണ്. അതായത് ഇപ്പൊ നിലവില് എം വി ഗോവിന്ദനും പിണറായി വിജയനും അടങ്ങുന്ന ഒരു സംഘമാണ് CPM-നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, കുറെ പതിറ്റാണ്ടുകളായിട്ട് നിയന്ത്രിച്ചു വരുന്നത്. അതായത് എം വി ഗോവിന്ദൻ അതിനകത്ത് ലേറ്റസ്റ്റ് അഡീഷൻ ആണെന്ന് മാത്രം. അതിനു മുമ്പ് ശ്രീ പിണറായി വിജയൻ സർവാധിപതിയായിട്ട് CPM-നെ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി നയിച്ചു വരുന്നു. ഈ കഴിഞ്ഞ ഇലക്ഷൻ എടുത്തു നോക്കുക. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ, അതിന് മുമ്പത്തെ ഇലക്ഷനിൽ, അതായത് ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളാണ്. അത് അടുത്ത മന്ത്രിസഭ വന്നപ്പോ അദ്ദേഹം ശൈലജ ടീച്ചറെ, G. സുധാകരൻ, തോമസ് ഐസക് തുടങ്ങിയ എല്ലാ സീനിയർ നേതാക്കളെയും വെട്ടിനിരത്തിക്കൊണ്ട് തന്നെ മാത്രം വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ടുവച്ചിട്ട് ബാക്കി മുഴുവൻ യുവതലമുറയ്ക്ക് പ്രതിദാനം കൊടുക്കാനാണെന്നുള്ള ധാരണയിൽ യുവതലമുറക്കാരെ കൊണ്ടുവന്നു. അന്ന് തൊട്ടേ CPM-ൽ ഈ മുൻനിര നേതാക്കൾക്ക് ഒരു ശക്തമായ അമർഷമുണ്ട്. അതിനുശേഷം പിന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആൾമോസ്റ്റ് പരാജയപ്പെടും എന്നൊരു സാധ്യത നിലനിൽക്കെ ഏറ്റവും മികച്ച നിരയെ ഇറക്കി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അന്നേരവും ഇവർ നോക്കിയത് ഉള്ളിൽ നിന്ന് ആൾക്കാരെ വെട്ടിനിർത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. ഉള്ളിൽ നിന്ന് ആൾക്കാരെ വെട്ടിനിർത്തുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആന്തൂരിൽ ശ്രീ എം വി ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുക, പയ്യന്നൂരിൽ അത്രയും അണികളുടെ പ്രശ്നം ഉണ്ടായിട്ടും അവിടെ ആരോപണ വിധേയന് തന്നെ സീറ്റ് കൊടുക്കുക, ഈ പറഞ്ഞതുപോലെ ആലപ്പുഴ പോലും സ്ഥലത്ത് വന്നിട്ട് G. സുധാകരനെ അപമാനിക്കുക തുടങ്ങി സകല കാര്യങ്ങളും ചെയ്തു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശൈലജ ടീച്ചറെ അവർ അത്രയും സ്ട്രോങ് ആയ ഒരു നേതാവിനെ, അല്ലെങ്കിൽ അത്രയും സീനിയർ ആയ ഒരു നേതാവിനെ അവരുടെ ഏറ്റവും നല്ല സീറ്റിൽ നിർത്തി മത്സരിപ്പിക്കുന്നതിന് പകരം എന്തോ ചെയ്തത്, അവരെ നേരെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സീറ്റിൽ കൊണ്ടിട്ട് പൊരുതി തോൽക്കുക. എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ പൊരുതാൻ നിർത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ ശൈലജ ടീച്ചറിന്റെ സീറ്റിൽ മത്സരിച്ച യുവ നേതാവിനെ അല്ലേ പൊരുതാൻ വിടേണ്ടത്? അതിന് പകരം ശൈലജ ടീച്ചറിനെ പോലെ ഒരു സീനിയർ നേതാവിനെ വിട്ടാണോ പൊരുതിക്കുന്നത്? അപ്പൊ ഇതിനകത്ത് വലിയൊരു അമർഷം, കണ്ണൂരിലെ പാർട്ടിയിൽ ഉരുണ്ടുകൂടുന്ന ഒരു വലിയ അമർഷമുണ്ട്. ഈ അമർഷം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിനെതിരെയും ആ അപ്രമാദിത്വത്തിന് റാൻ മൂളുന്ന എം വി ഗോവിന്ദനും KK രാഗേഷും അടക്കമുള്ള ആ ഒരു സംഘത്തിനെതിരെയുമാണ്. അതിന്റെ ആദ്യത്തെ വെടിയാണ് ഇപ്പോൾ പൊട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. എം വി ജയരാജൻ ആദ്യമേ പറഞ്ഞു. എം വി ജയരാജൻ പറഞ്ഞു ഈ പോയ ആൾക്കാർക്ക് തിരിച്ചു വരാം. അതായത് കുഞ്ഞിക്കണ്ണനും നമ്മുടെ TK ഗോവിന്ദനും അടക്കമുള്ള ആൾക്കാർക്ക് തിരിച്ചു വരാനുള്ള വകുപ്പുണ്ട് എന്ന് ഓപ്പണായിട്ട് പ്രഖ്യാപിച്ചു. അതിനെ ശ്രീ എം വി ഗോവിന്ദൻ വെട്ടിക്കളഞ്ഞു എന്നുള്ളത് വേറെ കാര്യം. ഇനി അടുത്ത രണ്ടാം ഘട്ടം നോക്കുക. രണ്ടാം ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ടാം ഘട്ടത്തില് രാഗേഷിനെതിരെയും എം വി ഗോവിന്ദനെതിരെയും ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും EP ജയരാജനും അടക്കമുള്ള സംഘം രംഗത്ത് വരികയാണ്. അതായത് ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റിലേക്ക് കണ്ണൂരിലെ പാർട്ടി നീങ്ങുകയാണ്. പിണറായി വിജയന്റെ അപ്രമാദിത്യം ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നു. ഇതൊരു കൊടുങ്കാറ്റിന്റെ തുടക്കമാണ്. ശരി, അതായത് ഇതൊരു വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. പക്ഷെ ഇവിടെ ശ്രീ PM നിയാസ്, ഇവിടെ സർക്കാരിനും മുഖ്യമന്ത്രി VD സതീശനും അനുഗ്രഹമാവുകയാണല്ലോ ഇപ്പോൾ ഈ CPM രണ്ട് വഴിക്ക് പോകുന്നത്, പ്രത്യേകിച്ച് കണ്ണൂർ പാർട്ടി രണ്ട് വഴിക്ക് പോകുന്നത്. വിഴിഞ്ഞം വിഷയത്തിൽ സർക്കാർ മറുപടി പറയേണ്ട ഒരവസ്ഥയിൽ ഇപ്പോൾ CPM രണ്ട് വഴിക്കായതോടുകൂടി രക്ഷപ്പെട്ടിരിക്കുന്നത് സർക്കാരാണ്. ഇനി അവർ തമ്മിൽ അടിച്ചോളും. അങ്ങനെയല്ല, ഞങ്ങൾ ഇക്കാര്യത്തിൽ വളരെയേറെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അവിടെ നമുക്കെല്ലാവർക്കും ഒരേ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഒരു ക്ലോസ് ഉണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇത് അവരുടെ ഈ അദാനി ഗ്രൂപ്പ് പിന്നെ അവരുടെ ഉടമസ്ഥാവകാശം പൂർണ്ണമായി പോകാത്ത മറ്റ് ഷെയർ വിൽപ്പന നടത്തുന്നതിനെതിരല്ല. പക്ഷെ അങ്ങനെ വിൽപ്പന നടത്തുമ്പോൾ അത് സർക്കാരിന് മുൻകൂട്ടി പെർമിഷൻ വാങ്ങിക്കണം. പ്രയർ അപ്രൂവൽ എന്നാണ് പറഞ്ഞത്. അത് പ്രയർ അപ്രൂവൽ വാങ്ങണം എന്ന ഒരു സാങ്കേതികത്വം മാത്രമേ ഇതിലുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം 1.4 ബില്യൺ കോടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 13,200 ഇന്ത്യൻ റുപ്പീസ്.
ആ പണമാണ് അവിടെ മുടക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായും അത് വന്നു കഴിഞ്ഞാൽ MSL എന്ന് പോലെയുള്ള ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഒറ്റ മാസം കൊണ്ട് ഇതെല്ലാം നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. താങ്കളിപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ചർച്ചയിൽ ഞാൻ കേട്ടല്ലോ, ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത പല പാനലിസ്റ്റുകളും പറഞ്ഞത് അങ്ങനെയല്ല. അപ്പോൾ അത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടെന്നും അത് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ദേശാഭിമാനിയിൽ ജൂൺ 5-ന് തന്നെ ഇക്കാര്യം വന്നത്. ഞങ്ങളുടെ ഒരു പുതിയ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി ഒരു IAS ഉദ്യോഗസ്ഥൻ വന്നത് അത് 11-ാം തീയതി മാത്രമാണ് ചാർജ് എടുത്തത്. അപ്പോൾ 5-ാം തീയതി തന്നെ ദേശാഭിമാനി അടക്കം പത്രങ്ങളിൽ വാർത്ത വന്നു എന്ന് മാത്രമല്ല, ഇത് ദേശാഭിമാനിയിൽ വന്ന വാർത്ത എന്താണ്? ഈ 13,000-ഓളം കോടി രൂപ അവിടെ വികസനത്തിൽ വരുന്നു, കേരളത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ അതേ പാർട്ടി പത്രത്തിൻ്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പോയി പറഞ്ഞു ഇത് വലിയൊരു അപകടമുണ്ടാകുന്നുവെന്ന്. ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇപ്പോൾ രാകേഷ് പറഞ്ഞത്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാകേഷ് പറഞ്ഞപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ശ്രീമതി ടീച്ചറും അതുപോലെ തന്നെ ശൈലജ ടീച്ചറും മറ്റൊന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് തന്നെ വ്യക്തതയില്ല. കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ പാർട്ടി പത്രത്തിന് നേരെ എതിരായിരുന്നു. അപ്പോൾ പാർട്ടി പത്രം പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞത് തോമസ് ഐസക്കാണ്. അപ്പോൾ തോമസ് ഐസക്ക് പാർട്ടി പത്രത്തിൽ പറഞ്ഞ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ മാത്രമാണ് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായ ശ്രീ പിണറായി വിജയൻ പാർട്ടി പത്രത്തിന് തെറ്റുപറ്റിയെന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ പറയുന്നത് പാർട്ടി പത്രത്തിന് തെറ്റ് പറ്റിയിട്ടില്ല, പാർട്ടി പത്രത്തിന് ശരിയാണ് പറ്റിയത്. പിണറായി വിജയനാണ് തെറ്റ് പറ്റിയെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, അദാനിക്ക് ഏൽപ്പിച്ചത് അത് ഞങ്ങൾ നിരന്തരമായി നിരവധികളായ ടെൻഡറുകൾ നടത്തി, ടെൻഡറുകളിലൊന്നും ആരും എടുക്കാത്തൊരു സാഹചര്യം വന്നപ്പോൾ സ്ഥലം ഗവൺമെൻറ് ഏറ്റെടുത്ത് ഞങ്ങൾ ലീസ് ഔട്ടാക്കി ഞങ്ങൾ നടത്തിക്കൊള്ളാം, ഓണർഷിപ്പും കൈവശക്കാരനും എന്നൊക്കെ രീതിയിൽ ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന തീരുമാനമെടുത്തപ്പോഴാണ് ആ തീരുമാനപ്രകാരമാണ് ടെൻഡർ വിളിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്തത്. അന്ന് ഇതേ ദേശാഭിമാനി ഇന്ന് ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ട് കേരളത്തിന് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും നല്ല കാര്യമാണ്, അതിന് പിണറായി സർക്കാരിന് നന്ദി പറയണമെന്ന് പറയുന്ന ദേശാഭിമാനി അന്ന് പറഞ്ഞത് 6,000 കോടിയുടെ കടൽ കൊള്ള എന്നാണ്. എന്ന് പറഞ്ഞാൽ അന്ന് ഈ വികസനം വരാൻ പാടില്ല എന്നാണ് ദേശാഭിമാനിയും CPM പറഞ്ഞത്. ഇന്ന് ദേശാഭിമാനി ഭരണം മാറിയത് അറിയാതെ ദേശാഭിമാനി കൊടുത്തത് കൃത്യമായി കാര്യങ്ങൾ ശരിയാണ്. ശ്രീ M. ജയേന്ദ്രൻ, ദേശാഭിമാനിയെ തിരുത്തുണ്ടായിരുന്നു MV ഗോവിന്ദൻ, അങ്ങനെ വന്നിരിക്കുകയല്ലേ? ഇതൊരു പരിഹാസ്യമായ കാര്യമായി മാറുകയാണ്. എന്തിനാണ് ദേശാഭിമാനിയെ MV ഗോവിന്ദൻ തിരുത്താൻ പോയത്, ദേശാഭിമാനിയെ തള്ളി പറഞ്ഞത്? ശരിക്കും പാർട്ടി നേതാക്കൾ തന്നെ പറയുകയാണ് ശരിയാണെന്നുള്ള രീതിയിൽ അവരുടെ പ്രതികരണം വരുന്നു. ഞാൻ പറയും ദേശാഭിമാനി അല്ല, ഇത് അങ്ങനെയൊക്കെ എന്തിനാണ് വന്ന വാർത്ത നിയാസിനെ പോലെ ഒരാൾ പോകുന്നത്? അദ്ദേഹം തന്നെ പറയട്ടെ. ഇപ്പൊ ദേശാഭിമാനിയാണ് ആദ്യമായിട്ട് ഈ വാർത്ത വന്നതെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അടുത്ത മണിക്കൂറിൽ തന്നെ താങ്കൾ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ അടുത്ത മണിക്കൂറിൽ തന്നെ അങ്ങനെയല്ല എന്നും 1-ാം തീയതി ET-യിലും എക്കണോമിക് ടൈംസ് 3-ാം തീയതി മാതൃഭൂമിക്ക് ഇതേ വാർത്ത വന്നതിന്റെ എക്സ്റ്റൻഷൻ ആണ് 5-ാം തീയതി ദേശാഭിമാനി. ജയന്ത് സാർ, അതിനകത്ത് നിയാസിന് ഒരു തിരുത്തുണ്ട്, അതുകൊണ്ടാണ്. നിയാസ് എന്താണ്? ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ദേശാഭിമാനിൽ ആദ്യമായി വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് 5-ാം തീയതി ദേശാഭിമാനിൽ വന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യമായിട്ട് ദേശാഭിമാനിലാണ് വന്നതെന്നാണ്. ഞങ്ങളുടെ ഇടപെടലുകൾ വരുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഞാനങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞത് അപ്പോൾ CPM-ൽ മാത്രമല്ല കോൺഗ്രസിലും ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ടല്ലോ. 5-ാം തീയതി വാർത്ത വന്നു, പ്ലീസ്. ഇല്ല ഞാൻ പറഞ്ഞത് ദേശാഭിമാനിൽ 5-ാം തീയതി വാർത്ത വന്നു എന്നാണ്. ആ ദേശാഭിമാനി 5-ാം തീയതി എന്റെ പോയിന്റ് അതല്ല. 5-ാം തീയതി ദേശാഭിമാനിൽ നിന്ന് വാർത്ത വന്നതിന്റെ റിസൾട്ട് എന്താണ്? കേരളത്തിൽ വിഴിഞ്ഞം പോർട്ട് വകേര 13,000-ഓളം കോടി രൂപ കേരളത്തിലെ വികസനത്തിന് വരുന്നു. ഇത് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ തീരദേശങ്ങളിൽ ഒക്കെ വലിയ മാറ്റമുണ്ടാകും എന്ന് ആണ് ദേശാഭിമാനിലെ വാർത്ത. ആ വാർത്ത കഴിഞ്ഞ് ആ വാർത്തയുടെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് വലിയ അഴിമതിയാണ്, ഇത് വലിയ കരാർ ലംഘനമാണ്, ഈ ലംഘനവുമായി ഈ അദാനി ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്ന ആ 2 ട്വിസ്റ്റാണ് ഞാൻ പറയുന്നത്. ആ ട്വിസ്റ്റ് വന്നപ്പോൾ
ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഗോവിന്ദൻ തിരുത്താൻ ശ്രമിക്കുന്നു. അതേപോലെ തോമസ് ഐസക്ക് ദേശാഭിമാനി വാർത്ത തെറ്റാണെന്ന് പറയുന്നു. അതേപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അത് ഏറ്റെടുക്കുന്നു. ഞങ്ങളിവിടെ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, മറ്റു 2 പത്രങ്ങളിലും വന്നിരുന്നു. അതൊന്നും ഞങ്ങൾ വന്നില്ല എന്ന് പറയട്ടെ. നിങ്ങൾക്ക് കിട്ടിയത് ഇവിടെ നിന്നാണ്. മറ്റ് പത്രങ്ങളിൽ വന്ന വാർത്ത കോപ്പടിക്കലാണോ ദേശാഭിമാനിയുടെ ശൈലി? അങ്ങനെ സമ്മതിച്ചോളൂ, നിങ്ങൾ സമ്മതിച്ചോളൂ. ദേശാഭിമാനി എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി ഞങ്ങൾക്ക് സോഴ്സ് ഇല്ല. മറ്റ് പത്രങ്ങളിൽ വരുന്നത് കോപ്പി അടിക്കലാണ് ഞങ്ങളുടെ പരിപാടി. കോപ്പി പേസ്റ്റ് ആണ് ദേശാഭിമാനി. നിങ്ങൾ സമ്മതിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഴ്സ് പറയണം. ആ സോഴ്സ് ആരാണ്? ദിവ്യ അയ്യരാണോ? അല്ല, നിങ്ങളും അവരും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ അറിവാണോ? അല്ലെങ്കിൽ കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ബന്ധപ്പെട്ട ആളുകൾ ചർച്ച ചെയ്ത ആളുകളിൽ നിന്ന് കിട്ടിയ വിവരമാണോ? അല്ല, അദാനി കമ്പനിയിൽ നിന്ന് കിട്ടിയ വിവരമാണോ? നിങ്ങളാണ് പറയേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു ഗവൺമെന്റ് വന്നാൽ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മാറ്റുക സാധാരണമാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി അയാളുടെ കാലാവധി കഴിഞ്ഞുകൊണ്ടാണെന്ന് അറിയാം. എന്നാൽ DGP ഉൾപ്പെടെ കാലാവധി കഴിഞ്ഞുകൊണ്ടാണെന്ന് പറയാം. പക്ഷേ മറ്റേ ADGP ഉൾപ്പെടെയുള്ള പല IAS ഉദ്യോഗസ്ഥന്മാരും കലക്ടർമാരും മാറ്റിയിട്ടുണ്ട്. അത് ഭരണപരമായി ചെയ്യുന്നത് ശരിയാണ്. ശ്രീ M. ജയചന്ദ്രൻ, അത് തന്നെയാണ് ഇന്ന് 2 വനിതാ നേതാക്കളും പറഞ്ഞത്. അതിനകത്ത് എന്താണ് കുഴപ്പമുള്ളത് എന്നുള്ള കാര്യം. അല്ലാതെ ഈ ദിവ്യ എസ് അയ്യരെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ എന്തിനാണ് CPM ഇടപെടുന്നത്? CPM അക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നത്? അല്ല, ഈ ട്രിക്കി അക്യുമെന്റ് എന്ന് പറയില്ലേ, കൗശല ബുദ്ധി, അത്തരം കൗശല ബുദ്ധികൾ കൊണ്ട് ഇത്തരം ഒരു ചർച്ചയിൽ ആ ഡിബേറ്റിനെ ഡൈവേർട്ട് ചെയ്യാൻ എത്ര ശ്രമിച്ചാലും കഴിയില്ല. വാർത്തയും അതിന്റെ വ്യാഖ്യാനവും അല്ലല്ലോ പ്രശ്നം. ഇവിടുത്തെ വാർത്തയും വ്യാഖ്യാനം അവിടെ നിൽക്കട്ടെ, ദേശാഭിമാനി കോപ്പി പേസ്റ്റ് ആണെങ്കിൽ അതും അവിടെ നിൽക്കട്ടെ. അതല്ലല്ലോ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? വിഴിഞ്ഞം പ്രോജക്റ്റിന്റെ ഈ ഡീലിന്റെ പ്രശ്നമാണല്ലോ ചർച്ച ചെയ്യുന്നത്. മഞ്ജുഷയെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഇന്ത്യൻ കോർപ്പറേറ്റ് വേറെ അവരുടെ ഒരു വിദേശ കമ്പനി, ഷിപ്പിംഗ് കമ്പനിയായിട്ട് അവർ ഇൻഫോർമൽ ഡിസ്കഷൻസ് ഒരുപാട് നടത്തുന്നു. സ്വാഭാവികമായിട്ടും നടത്തും. അവർ ഇന്ത്യൻ കോർപ്പറേറ്റ് ആണ് അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഇൻഫോർമൽ ഡിസ്കഷൻസ് ഇപ്പോഴല്ല, മുൻ ഗവൺമെന്റ് കാലത്ത് തന്നെയാണ് നടന്നിട്ടുണ്ടാവുക. അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ അതെല്ലാം ഇൻഫോർമൽ ഡിസ്കഷൻസ് ആണ്. ഫോർമലായിട്ട് ഫേസ് ടു ഫേസ് ഇരിക്കുന്ന ഒരു ഡിസ്കഷൻ ടേബിൾ ഉണ്ട്. അവിടെ എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റിന് ഇരിക്കുന്ന ടേബിൾ വേറെയാണ്, ഇൻഫോർമൽ ഡിസ്കഷൻ ടേബിൾ വേറെയാണ്. അത് അറിയാത്ത ആൾക്കാരൊന്നും അല്ല ഈ പൊതുരംഗത്ത് നിൽക്കുന്ന ആരും തന്നെ. അത് പതിവുമാണ്. ഇത്തരം ഈ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും എല്ലാം അതൊക്കെ പതിവുമാണ്. അതുകൊണ്ട് പക്ഷെ നമ്മൾ നോക്കുന്ന എന്താണ്? ഒരു കരാർ ഉണ്ടാകുമ്പോൾ ആ കരാർ എപ്പോൾ? അതല്ലാതെ ഇതിന്റെ ചർച്ച 9 മാസം മുമ്പ് നടന്നു, 12 മാസം മുമ്പ് നടന്നു, 18 മാസം മുമ്പ് നടന്നു, ഉണ്ടാകുമെന്നേ. അതാ ഞാൻ പറയാം, ഇൻഫോർമൽ ഡിസ്കഷൻസ് അവിടെ ഉണ്ടായിരിക്കും, തർക്കമൊന്നുമില്ല. പക്ഷെ അത് വെച്ചിട്ടാണോ ഇപ്പോഴത്തെ കരാറിനെ അതിന്റെ ആഫ്റ്റർ മാത്തിനെയും പറയുന്നത്? അതിന്റെ ഇപ്പൊ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതല്ലേ നോക്കുന്നത്. അതല്ലാതെ 9 മാസം മുമ്പ് ഡിസ്കസ് ചെയ്തു, അത് ദിവ്യ എസ് അയ്യർ അറിഞ്ഞു എന്നൊക്കെയുള്ള ഞാൻ മുമ്പേ പറഞ്ഞ ഈ കൗശലപൂർവ്വം അത് ട്വിസ്റ്റ് ചെയ്യിക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തീരില്ല. തീരാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? മറ്റൊന്നും കൊണ്ടല്ല. ഞാനോ എന്റെ ഗവൺമെന്റോ ഇങ്ങനൊരു കരാർ അറിഞ്ഞിട്ടില്ല, ഈ ഷെയർ ട്രാൻസ്ഫർ അറിഞ്ഞിട്ടില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിയമസഭയിൽ പറഞ്ഞത്. അതാണ് പ്രശ്നം. ആ പ്രശ്നത്തിന് തലയൂരാനേ കഴിയില്ല. ഒരു കാലത്തും കഴിയില്ല. നാളെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ സെറ്റിൽമെന്റ് കൊണ്ടുവരാൻ കഴിഞ്ഞാലും ഈ നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നം എക്കാലവും നിയമസഭാ രേഖകൾ റെക്കോർഡായിട്ട് തന്നെ കിടക്കും. നിയാസെ, അത് താങ്കൾ നിയമസഭയിൽ പോയിട്ടുള്ള ആളാണല്ലോ, അറിയാമായിരിക്കുമല്ലോ. ഞാൻ അവിടെ ഒരുപാട് കാലം റിപ്പോർട്ടിംഗ് ഇരുന്നിട്ടുള്ള ആളാണ്. പറഞ്ഞ കാര്യല്ലേ മാജുഷേ, ഞാൻ പറയട്ടെ മാജുഷേ, അതിലെന്താ തെറ്റുള്ളത്? ഞങ്ങളെന്താ പറഞ്ഞത്? ഞങ്ങള് മുൻകൂട്ടി അറിയിച്ചിട്ടില്ല. അറിയിക്കാത്ത കാര്യം ഞങ്ങൾ കേരളത്തിലെ നിയമസഭയിൽ ജനങ്ങളോട് പറഞ്ഞു. അത് പിന്നീട് അറിയിച്ചു കഴിഞ്ഞാൽ അതിന് നിയമാനുസൃതമായി അതിന് എന്താണ് നടപടി എടുക്കുന്നത് ഞങ്ങൾ എടുക്കും. അത് ഞങ്ങളിതിന് ഒരു കള്ളമോ ഒളിച്ചു വെക്കലോ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശ്രീ M. ജയചന്ദ്രൻ, ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭരണത്തിലിരുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങൾ അതിനെ തള്ളിപ്പറയേണ്ടി വരുമ്പോൾ നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ പൂർണ്ണമായും അതെല്ലാം തള്ളിക്കളയാൻ തോന്നുന്നില്ല എന്നുള്ളതാണ്. അതായത് പിണറായി വിജയനെതിരെയുള്ള പടയൊരുക്കം അതാണ്. അല്ല നിൽക്കൂ മഞ്ജുഷ, ഞാൻ പറയുമ്പോ നിയാസ് ഇടയ്ക്ക് കയറരുത് പ്ലീസ്. ഞാൻ താങ്കൾ പറയുമ്പോ ഇടപെടാൻ വരുന്നില്ലല്ലോ. അപ്പൊ എനിക്ക് പറയാനുള്ള അവസരം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ കാര്യം. ഇത് പ്രശ്നം എന്താണെന്ന് അറിയുമോ?
ഇപ്പോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് അവിടുത്തെ രേഖകളിൽ തന്നെ കിടക്കും എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. നിങ്ങൾ ഇതിപ്പോ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇന്നേ വരെ ഇതിനെ അക്നോളജ് ചെയ്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇപ്പോഴും മന്ത്രിയായിട്ടിരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു വാക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? UDF ലീഡേഴ്സിന്, പ്രധാനപ്പെട്ട ലീഡേഴ്സിന്, ഇതിനെ വിമർശിച്ചവരടക്കം അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ നിങ്ങള് പിണറായി വിജയനെ, MV ഗോവിന്ദനെ, ശൈലജ ടീച്ചറെ, EP ജയരാജനെ ഒക്കെ അതിനകത്ത് ഭയങ്കര അന്തർഛിദ്രമാണ്, അതേ തകരാൻ പോകുന്നു, തകർന്നു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതൊക്കെ എന്താണ്? നിശബ്ദത പാലിച്ച് മൂലക്കരിക്കേണ്ടി വരുന്ന ഓരോ നേതാക്കന്മാർക്ക്. അതിന്റെ പുറകെ ആ നിശബ്ദതയുടെ കഥകൾ ഒത്തിരി പരക്കുന്നുണ്ടല്ലോ നിയാസെ. ഞാനത് പറയുന്നില്ല, ഇവിടെ അതിന് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അതിന് വേറെ ഡിബേറ്റ് വെച്ചാൽ ഞാൻ വന്ന് പറയാം മഞ്ജുഷേ. അപ്പൊ എന്താ പറയുന്നേ, ഈ സൈലന്റ് അറോഴ്സ് എന്ന് പറഞ്ഞ പോലെ ഈ നിശബ്ദത ഗർജിക്കുകയാണ് ഇപ്പോ പല ഭാഗങ്ങളിൽ നിന്ന്, കോൺഗ്രസ് നേതാക്കളിൽ നിന്ന്. അതാണ് സംഭവിക്കുന്നത്. ആ നിലക്കുള്ള ഗർജനങ്ങൾ ഉണ്ടാകുമ്പോ ഇതിന്റെ ഇപ്പം വിഴിഞ്ഞം പദ്ധതി നിർത്തി വെക്കണമെന്ന് ഒരാളും പറയില്ല. അത് കേരളത്തിന് നിർബന്ധമായും അനിവാര്യമായും നടപ്പാക്കേണ്ട പ്രോജക്റ്റ് തന്നെയാണ് വിഴിഞ്ഞം പ്രോജക്റ്റ്. MSC പോലുള്ള ഷിപ്പിംഗ് കമ്പനി ഇവിടെ ടെർമിനലിന് അവകാശം ഉന്നയിച്ച് വരുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഇപ്പൊ ഒരു ടെർമിനൽ അവർക്കുണ്ട്, പക്ഷെ മറ്റു കോമ്പറ്റീറ്റേഴ്സിന് വരാൻ സാധിക്കാത്ത വിധം അവർക്ക് മാത്രമായിട്ട് മൊണോപ്പൊളി ഉണ്ടാവരുത്. അത്തരം കാര്യങ്ങളിലാണ് ഉടമസ്ഥരായ കേരളത്തിന് സ്റ്റേക്ക് ഉണ്ടാവേണ്ടത്. അവിടെയാണ് തർക്കമൊക്കെ ഉന്നയിക്കപ്പെടുന്നത്, അവിടെ തന്നെ ഉള്ളൂ. അല്ലാതെ ഈ കരാർ റദ്ദാക്കണം എന്നൊക്കെ ആരും ശരിയാണ്. അത് ശരിയാണ്. ഓഹരി കൈമാറ്റം നടന്നിട്ടുമില്ല, അത് മറ്റൊരു കാര്യമാണ്. ശ്രീ MS വേണുഗോപാൽ, ഇവിടെ ഈ ഗർജനം ഉണ്ടാകേണ്ടത് കോൺഗ്രസിലാണ്, പക്ഷെ നേതാക്കൾ നിശബ്ദരായി ഇരിക്കേണ്ട ഗതികേടിലാണ് എന്ന് ശ്രീ M ജയേന്ദ്രൻ പറയുമ്പോൾ മുറുമുറുപ്പല്ല, അതിനപ്പുറവും വന്നു കഴിഞ്ഞു CPM-ൽ. അപ്പോൾ ഈ കോൺഗ്രസിൽ ഇതുണ്ടാകാത്ത ഒരു സാഹചര്യത്തെ പോലും മുതലെടുക്കുവാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും പ്രതിപക്ഷം, പ്രത്യേകിച്ച് CPM, വളരെയധികം കൺഫ്യൂഷനിലാണ്. അവർ തെരഞ്ഞെടുപ്പ് പരാജയം തന്നെ അവരെ ഞെട്ടിച്ചു. കാരണം ഇവിടെ വിജയിക്കുമെന്ന് IB റിപ്പോർട്ട് വരെ വാങ്ങിച്ച്, നമ്മുടെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരെ വാങ്ങിച്ച് വെച്ച് പടക്കം പൊട്ടിക്കാൻ തയ്യാറായി നിൽക്കുകയും 9 മണിക്ക് രാവിലെ ശ്രീ പിണറായി വിജയൻ തന്നെ റിസൾട്ട് വരുമ്പം പത്രപ്രസ്താവന നടത്താനിരിക്കുകയും ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം വളരെ ഉറച്ചു വിശ്വസിച്ചിരുന്നു തൻ്റെ ഗവൺമെൻറ് തിരിച്ചു വരുമെന്ന്. അപ്പോൾ അത് മുതൽ പതർച്ച വന്നു. ആ പതർച്ച ടോപ്പ് ടു ബോട്ടം എത്തിയെന്നുള്ളതാണ് കാരണം അദ്ദേഹം വെച്ചിരുന്ന സ്ഥാനത്തിരുന്ന സ്പോൺസേഡ് കാൻഡിഡേറ്റ്സാണ് ഇന്ന് അദ്ദേഹത്തിനെതിരെ പ്രധാനമായും ബഹളം വയ്ക്കുന്നത് എന്നുള്ളതാണ് രസം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചൈനയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഷീ ജിൻപിങ് ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനായിട്ട് പൂച്ചയ്ക്ക് ഈ ചുണ്ടലി മണി കെട്ടുമോ എന്ന് പറഞ്ഞ പോലെയാണ് ഈ കിടന്ന് കറങ്ങുന്ന ആളുകൾ മുഴുവൻ. അവർക്ക് ആർക്കും അതിനുള്ള കെൽപ്പില്ല. പിന്നെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇവിടെ ഒളിച്ചിരുന്ന ഓരോ കാര്യങ്ങൾ പറയുക, അദാനിയെ പിടിച്ചുകൊണ്ട് ന്യായം പറയുക. അല്ലാതെ താങ്കൾ ഇവിടുന്ന് മാറിയിരിക്കണം എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി പറയാൻ ആർക്കും ധൈര്യമില്ല. പിന്നെ ചെയ്യുന്നത് എന്തെങ്ങനെയാണ്? പൊളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങളുടെ അടുത്ത് പോയി പറയുക, എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റുമെന്ന് നോക്കണം എന്ന് പറയുക. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്കിവിടെ ഫ്ലൈൻ ടിക്കറ്റും തന്ന് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അദ്ദേഹമാണ്, അദ്ദേഹത്തിനെ ഒന്നും പൂർണ്ണമായിട്ട് മാറ്റാൻ പറയാൻ ഞങ്ങൾക്കും പറ്റില്ല, പിന്നെ കുറച്ചൊക്കെ പറഞ്ഞു നോക്കാമെന്നുള്ള രീതിയിലാണ് അവിടെയും കാര്യങ്ങൾ പോകുന്നത്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാർട്ടിയിൽ ഇന്ന് വലിയ അപജയം സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കുറേ നാളുകൊണ്ട് പറയുന്നതാണ്. അതിലൊന്ന് ഈ സ്പോൺസേഡ് കാൻഡിഡേറ്റ്സ് ആണ്. അതായത് സ്പോൺസേഡ് കാൻഡിഡേറ്റ്സ് എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടിയാണ് സംസാരിക്കേണ്ടത്, പക്ഷേ ഇപ്പം മാറിയും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. രണ്ടാമതൊന്ന് ഈ G സുധാകരൻ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ക്രിമിനൽസാണ്. ആ പൊളിറ്റിക്കൽ ക്രിമിനൽസിന് പിന്നെ വേറെ ഉദ്ദേശമൊന്നുമില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണം, അവർക്ക് അപകർഷണം കിട്ടുമെങ്കിൽ അത് മാക്സിമം ഉപയോഗിക്കണം എന്നുള്ളത് കവിഞ്ഞ് വേറൊന്നുമില്ല. പിന്നെ ഈ കുറേ അപ്പാവി സഹാക്കളുണ്ട്, അവരാണ് ഇതിനകത്ത് കിടന്ന് വെള്ളം കുടിക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വൈതരണിയിലായി നിൽക്കുകയാണ്. അവർക്ക് ഒന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഇതിന് വേറെ വല്ല പരിഹാരവും ഉണ്ടോ? നേതൃത്വ മാറ്റം വന്നാൽ മാറുമോ? നേതൃത്വ മാറ്റം വരേണ്ടത്, ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് മറ്റൊരു നേതാവ് CPM-ലോ CPI-ലോ ഇടതുപക്ഷത്തോ പോലും ഇല്ല ശ്രീ പിണറായി വിജയൻ്റെ അത്രയും കെൽപ്പുള്ള ഒരാൾ. അദ്ദേഹത്തിന് ഒരുപാട് അവശതകളുണ്ട്, ശാരീരികമായും മറ്റ് രാഷ്ട്രീയമായും ഒക്കെ അദ്ദേഹത്തിന് ഒരുപാട് അവശതകളുണ്ടെങ്കിൽ പോലും ആ അവശതകൾക്കിടയിലും നിവർന്നു നിന്ന് ജനങ്ങളോട് സംസാരിക്കാൻ, ഭരണപക്ഷത്തോട് സംസാരിക്കാൻ, രാഷ്ട്രീയമായി ഈ പാർട്ടി എൻ്റേതാണെന്ന് ഉറപ്പിച്ച് നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന വേറെ ആരും ഇല്ലാതായിരിക്കുന്നു.
ഞാൻ മുമ്പൊരിക്കൽ സുകുമാർ അഴീക്കോടിൽ എന്നോട് ഞാനൊരിക്കൽ ചോദിക്കുകയുണ്ടാക്കി, ഈ നമ്മുടെ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള തർക്കം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇതിനു വേണ്ടി ഒരു മധ്യസ്ഥനെ പോലൊക്കെ ഇടയ്ക്ക് സംസാരിക്കുകയുണ്ടായല്ലോ. ആ സന്ദർഭത്തിൽ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ പാർട്ടി ഇങ്ങനെയാണെങ്കിൽ തകർന്നു പോയില്ലേ സാറേ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും തകരില്ല. കാരണം ഇതിലെ നേതാക്കന്മാർക്ക് ചിലപ്പം ചില ആദർശശുദ്ധി കുറവോ പിന്നെ എന്തെങ്കിലും ഒരു അപാകതയൊക്കെ ഉണ്ടെങ്കിലും അണികൾ ഊതിക്കാച്ചിയ പൊന്നാണ്, അവർ മാറാത്തിടത്തോളം കാലം ഈ പാർട്ടിയെ തകർക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ന് അത് പോയിരിക്കുന്നു. ഇന്ന് ആ ഊതിക്കാച്ചിയ പൊന്നൊക്കെ എവിടെയോ പോയിരിക്കുന്നു. ഇന്ന് അങ്ങ് താഴെ തട്ട് വരെ മൂല്യച്യുതി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ജി സുധാകരൻ്റെ അടക്കമുള്ള പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പൊളിറ്റിക്കൽ ക്രിമിനൽസും പിന്നെ ഞാൻ പറഞ്ഞ സ്പോൺസേഡ് കാൻഡിഡേറ്റ്സും കൊണ്ട് നിറഞ്ഞ് മറ്റ് യഥാർത്ഥ സഖാക്കൾ ഇതിന് പുറത്തു പോയിരിക്കുന്നു. അതിൻ്റെ അപജയമാണ് ഇന്ന് ഈ പാർട്ടിക്ക് സംഭവിച്ചത്. തിരുത്തൽ വരുത്തുവാനുള്ള ശ്രമം ഇപിയും ഒക്കെ നടത്തുന്നു എന്ന് വേണമെങ്കിൽ തിരുത്തൽ ഞാൻ പറഞ്ഞ പോലെയാണ് പൂച്ചയ്ക്ക് ചുണ്ടലി മണി പോലെയാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് വിഴിഞ്ഞം വിഷയത്തിൽ ഒരു കത്ത് നൽകിയതാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ അതിന് മറുപടിയും നൽകിയിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അങ്ങ് നേതൃത്വം നൽകിയിരുന്ന LDF സർക്കാർ 2025 സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നുവല്ലോ. അപ്പോൾ അന്ന് മുതൽക്കേ ഓഹരി കൈമാറ്റത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുവെന്ന് കരുതേണ്ടി വരില്ലേ? LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് വിദേശ നിക്ഷേപമെന്ന് ജൂലൈ 1 CPM മുഖപത്രമായ ദേശാഭിമാനി എഴുതിയതും ഇതിന്റെ തെളിവല്ലേ? അതിനു മുൻപ് ജൂൺ 5 ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വാർത്ത വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ എന്നാണ്. 49% ഓഹരിയാണ് MSC ലക്ഷ്യമിടുന്നതെന്നും അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡും MSC പ്രതിനിധികളുമായുള്ള ചർച്ച പുരോഗമിക്കുന്നുവെന്നും ഇതേ വാർത്തയിലുണ്ട്. LDF സർക്കാരും മുഖ്യമന്ത്രിയായിരുന്ന അങ്ങും CPM അറിയാതെ ഇത്തരം ചർച്ചകൾ നടക്കുമോ എന്നുള്ള കാര്യം ആവർത്തിച്ച് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇതിന് മറുപടി പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അതിന് സത്യസന്ധത ഇല്ലാതെ പോകുമല്ലോ ശ്രീ CB സത്യൻ, പാർട്ടിയിൽ നിന്ന് തന്നെ നേതാക്കൾ ഇടപെട്ട് പ്രതിപക്ഷ നേതാവിനെ തിരുത്തുമ്പോൾ. അതെ, ഇതിനകത്ത് മഞ്ജുഷ്, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഡീലുമായിട്ട് ഉയർന്നിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയം മാത്രമാണ്. അല്ലാതെ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇതിനകത്തൊരു അഴിമതി എന്ന് പറയുന്നു. ഈ ഒരു രാഷ്ട്രീയ യുദ്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ ശ്രീ CB സത്യൻ, പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വന്ന ശേഷം, മുഖ്യമന്ത്രിയായി VD സതീശൻ വന്ന ശേഷം ശരിക്കും പറഞ്ഞാൽ ആദ്യ രാഷ്ട്രീയ ആരോപണം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. നേരത്തെ PM ശ്രീയിലും അതുപോലെ തന്നെ മദ്യത്തിലും ഒക്കെ വന്നിരുന്നു എങ്കിൽ പോലും, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലൊക്കെ വന്നെങ്കിലും ആദ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണമായിട്ട് ഇതിനെ കണക്കാക്കാമല്ലോ. കാരണം ഇതിൽ VD സതീശന്റെ മംഗലാപുരം യാത്രയുമായൊക്കെ ഇതിനെ ബന്ധിപ്പിച്ചെടുക്കാമായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് CPM ഇപ്പോൾ, പ്രതിപക്ഷത്തിനിപ്പോൾ. അതെ 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 കാരണം ഇതിനകത്ത് 1-2 ഘടകങ്ങളുണ്ട് മഞ്ജുഷ്. ഒന്നെന്ന് പറയുന്നത്, ഇതിനകത്തൊരു അഴിമതി എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് എവിടെയും ചൂണ്ടിക്കാണിക്കാൻ വ്യക്തമായിട്ട് പറ്റുന്നില്ല. ഏതെങ്കിലും നിയമങ്ങൾ ഫ്ലൗട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻസിന് കൂട്ടുനിൽക്കുന്നതിനാണല്ലോ സാധാരണ ഈ അഴിമതിയുടെ ഒരു സംഭവം വരുന്നത്. അപ്പൊ ഇതിനകത്ത് അത്തരം ഒരു കൃത്യമായ അഴിമതി ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആകപ്പാടെ കാണിക്കാനുള്ള ഒരേ ഒരു സാധനം സെബിയെ അറിയിക്കുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല എന്ന് പറയുന്ന ഒരു പഴുതു മാത്രമാണ്. അപ്പം പക്ഷെ നമുക്കറിയാം, സ്പെക്ടേറ്റേഴ്സ് എന്ന നിലയിൽ നമുക്കറിയാം, പൊതുജനം എന്ന നിലയിൽ നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയൊക്കെ പേഴ്സണലായിട്ട് ഈ ഡീലിനെ കുറിച്ച് വളരെ മുമ്പ് തന്നെ അറിഞ്ഞ ആൾക്കാരാണ്. അത് അറിയാതെ ഇതൊരിക്കലും മുന്നോട്ട് പോയില്ല. അപ്പൊ അത് വളരെ ക്ലിയർ ആണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ആൾക്കാർ പറയുന്ന മൊണോപ്പൊളിയുടെ കേസ് പറയുന്നത്. പക്ഷേ ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് വളർന്നു വരുന്ന ഒരു ജസ്റ്റ് തുടങ്ങിയ ഒരു പോർട്ടാണ്. ഈ പോർട്ടിനകത്ത് ഇതുപോലെ ഒരു MSC കമ്പനിക്ക് അപ്രമാദിത്യം കിട്ടുന്നു എന്ന് പറയുന്ന ഒരു കേസാണെങ്കിൽ കിട്ടട്ടെന്നേ. കാരണം അവരുടെയെങ്കിലും കപ്പലുകൾ സ്ഥിരമായിട്ട് വരുമല്ലോ. അപ്പൊ അങ്ങനെ ഇതിനകത്ത് ഏതെങ്കിലും കേസിൽ എല്ലാ കപ്പലുകളും വന്ന് അടുക്കുകയും അവിടുന്ന് ആവശ്യാനുസരണം കച്ചവടം നടക്കാതിരിക്കുകയും ചെയ്താൽ അതിന്റെ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാവുന്ന അദാനിക്ക് തന്നെയാണ്. കാരണം അദാനിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന് ഈ അടുത്ത ഒരു പാട്ടകാലാവധിയിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വളരെ പരിമിതമായ എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഓൾറെഡി ഇതിനകത്ത് നഷ്ടം വരികയാണെങ്കിൽ അദാനിക്കാണ് നഷ്ടം. അപ്പൊ അതിനകത്ത് മൊണോപ്പൊളിയുടെ കേസൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ആകപ്പാടെ വീണ്ടും പറയാവുന്നത്, ഇതിനകത്ത് ആകപ്പാടെ നടന്ന ഒരേ ഒരു സംഗതി എന്ന് പറയുന്നത് ഗവൺമെന്റിനെ യഥാസമയം അറിയിച്ചില്ല എന്നുള്ള ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് പ്രസ്താവന മാത്രമാണ് പുതിയ സർക്കാരിന്റെ കാലത്ത് വന്നത്. ബാക്കി എല്ലാം നടന്നത് നേരത്തെയാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ യുദ്ധം എന്ന് പറയാമെങ്കിലും അതിനകത്ത് CPM-ന് അനുകൂലമായി അതിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു വാദങ്ങളും നിലവിലില്ല. കാരണം ഈ പ്രോസസ്സ് 1 വർഷത്തിന് മുമ്പെങ്കിലും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ രാഷ്ട്രീയ ആരോപണമാക്കി നിലനിർത്താമായിരുന്നു. CB രാഷ്ട്രീയ ആരോപണമാക്കി നിലനിർത്താമായിരുന്നു പാർട്ടിക്കും പ്രതിപക്ഷത്തിനും. പക്ഷേ അവിടെ പ്രശ്നം പിഴച്ചത് ഇവിടെയാണ്. പാർട്ടിയിൽ നിന്ന് തന്നെ എതിർ ശബ്ദങ്ങൾ ഉയർന്നു എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ശ്രീ PM നിയാസ് ഒരു കാര്യം, PM നിയാസ് മറ്റൊരു കാര്യം, ഇവിടെ ശ്രീ M ജയേന്ദ്രൻ സാർ പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസിനുള്ളിൽ തന്നെ ചില ഗർജനങ്ങൾ
നടത്തുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് അടങ്ങിയിരിക്കേണ്ടി വരികയാണ് ആ നേതാക്കൾക്ക്. അതിന് കാരണം വി ഡി സതീശൻ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണല്ലോ. ഒരു ഘട്ടത്തിൽ താങ്കൾക്ക് പോലും വെളിയിൽ വന്ന് സംസാരിക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ ചുരുക്കം ചില ഗർജനങ്ങൾ ഇപ്പോൾ മുഴങ്ങി തുടങ്ങിയിട്ടുമുണ്ട്. ശ്രീ പി എം നിയാസ്, നോക്കൂ ഈ ജയചന്ദ്രന് ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? നിങ്ങളുടെ പാർട്ടി ഇരുമ്പോലൊക്കെ പോലെയാണ്. അഭിപ്രായം നിങ്ങൾക്ക് പുറത്ത് പറയാനുള്ള അധികാരമില്ല. അങ്ങനെ അഭിപ്രായം പറഞ്ഞ ഒരാൾ എൻ്റെ ജില്ലയിൽ 51 വെട്ടിയിട്ടാണ് നിങ്ങൾ തീർത്തത്. ടി പി ചന്ദ്രശേഖരന് നിങ്ങളുടെ പാർട്ടിയിൽ തിരുത്താൻ പോയതാണ്. ഞങ്ങളുടെ പാർട്ടി അങ്ങനെയല്ല. ഞങ്ങളുടെ പാർട്ടി ഇപ്പം ഞാൻ തന്നെ ഒരു വിഷയം മാജുഷിനോടൊപ്പം ഞാൻ ചർച്ചയിൽ പങ്കെടുത്താണല്ലോ. മാജുഷ് ഓർക്കുന്നില്ലേ? ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തതല്ലേ? അപ്പോൾ ഞാൻ ആ ചർച്ചയിൽ എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പാർട്ടി വേദികളിൽ ഞാൻ എഴുതി കൊടുത്ത അഭിപ്രായങ്ങൾ ഞാൻ പരസ്യമായി പറഞ്ഞതാണ്. അങ്ങനെ പറയാനുള്ള സാഹചര്യമുണ്ട്. അപ്പം തന്നെ ഉള്ളിലല്ല ഗർജനം. ഞങ്ങളൊക്കെ പുറത്തല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വി എം സുധീരൻ വളരെ ശക്തമായി ചില നിലപാടുകൾ വി എം സുധീരൻ പറഞ്ഞില്ലേ? അപ്പം ഞങ്ങൾക്ക് പറയാം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞ പാരമ്പര്യവും ചരിത്രവും ഇല്ല. ഉള്ളവനൊന്നും പാർട്ടിയിൽ ജീവനോടെ ഇന്ന് ബാക്കിയില്ല. അവിടെയാണ് കേരളത്തിലെ ഒരു കണ്ണൂർ എന്ന് പറയുന്ന നിങ്ങളുടെ ഈറ്റില്ലമായ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയെ കണ്ണൂരിൽ നിന്നുള്ള 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, അത് ശ്രീമതി മുൻമന്ത്രിയും അതുപോലെ ശൈലജ മുൻമന്ത്രിയും പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദേശാഭിമാനി പത്രത്തിനെതിരെ പാർട്ടിയുടെ പത്രത്തിനെതിരെ പാർട്ടി പ്രസിഡന്റിന് പാർട്ടി സെക്രട്ടറിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ ശബ്ദമായിരുന്ന തോമസ് ഐസക്കിന് ആ നിലപാടിനെതിരായി പറയേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു നിലപാടുണ്ടോ കാര്യത്തിൽ? ഞങ്ങൾക്ക് ശരിയാണ്, ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഒരാൾ തീരുമാനമെടുക്കുമ്പോൾ മറ്റൊരാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കാറുണ്ട്, അത് തിരുത്താൻ ശ്രമിക്കാറുണ്ട്, തിരുത്തിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതൊക്കെ ഞങ്ങൾ ചെയ്യും. നിങ്ങളുടെ പാർട്ടി കഴിഞ്ഞ 10 വർഷം അധികാരത്തിൽ ഇരുന്നല്ലോ ജയചന്ദ്ര. നിങ്ങളുടെ ഇപ്പം ഞങ്ങൾ KPCC പ്രസിഡന്റിനെ ഒക്കെ നിങ്ങൾ കളിയാക്കിക്കൊണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ ഗോവിന്ദന്റെ സ്ഥിതി എന്തായിരുന്നു? ഗോവിന്ദ അല്ലായിരുന്നോ? ഗോവിന്ദ എന്തെങ്കിലും ഒന്ന് ഗോവിന്ദനെ അറിയുമായിരുന്നോ? ആ പാവം കൊടിയേരി ബാലകൃഷ്ണന്റെ മകന് ഒരു അനുഭവം ഉണ്ടായപ്പോൾ ആ അനുഭവം എന്തായിരുന്നു നിങ്ങൾ എടുത്ത തീരുമാനം? അതേ പാർട്ടിയിൽ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഒരു ED അന്വേഷണം വന്നപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പാർട്ടി നിലപാടെടുത്തത്? പാർട്ടി അതിനെ ഘോരഘോരം എതിർത്തുകൊണ്ട് മുന്നോട്ട് പോയി. അപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകന് ഒരു അന്വേഷണം വന്നപ്പോൾ നിങ്ങൾ എടുക്കുന്ന നിലപാട്, പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എടുക്കുന്ന ഒരു നിലപാട്, ഈ നിലപാട് മാത്രം മതിയല്ലോ നിങ്ങളുടെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പുറത്തു വരണമെങ്കിൽ. അപ്പോൾ ഞങ്ങളിവിടെ പറയുന്നത്, നിങ്ങളാണ് ഇപ്പം ഞങ്ങളെ പറയുന്നത്, 2 കാലിലും മന്തുള്ള ഞങ്ങളെ ഒറ്റക്കാലൻ മന്ദ എന്ന് വിളിക്കുന്ന ഒരു നാണംകെട്ട. ശ്രീ എം ജയചന്ദ്രൻ, അതായത് സർക്കാരിനെ തിരുത്താൻ പറ്റാത്ത വിധം പ്രതിപക്ഷം ദുർബലമായിരിക്കുന്നു എന്നാണ്. അതിന് കാരണം CPM-നുള്ളിലെ ഈ പടലപ്പിണക്കമാണ്. അത് മറനീക്കി പുറത്തു വന്നതാണ്. പ്രിയപ്പെട്ട നിയാസെ, നിങ്ങള് ഒരു രാഷ്ട്രീയ പൊതുയോഗത്തിൽ സംസാരിക്കുകയാണ്, തെറ്റിദ്ധാരണയിലാണ് ഇപ്പൊ വർത്തമാനം പറയുന്നതൊക്കെ. നിങ്ങൾ ഇനിയെങ്കിലും ഒരു പാനലിസ്റ്റ് ആയിട്ട് ഡിബേറ്റർ ആയിട്ട് വർത്തമാനം പറയാൻ ശ്രമിക്കുന്നത് നല്ലതാണ് എന്ന സജഷനെ ഞാൻ പറയും. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയിൽ വന്നിരുന്നാണ് എത്ര അന്തസാര ശൂന്യമായ രഹിതമായ കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഒരു അഡ്വക്കേറ്റ് PM നിയാസ് എന്നാണല്ലോ താങ്കളെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ താങ്കൾ ഇരിക്കുന്ന കസേര ഉണ്ടല്ലോ KPCC ജനറൽ സെക്രട്ടറിയുടെ, ആ കസേരയ്ക്ക് ഒരു മൂല്യവും മാന്യതയില്ലേ? അതെങ്കിലും ഓർത്താൽ നന്ന് എന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ മഞ്ജുഷെ, അതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞാനൊരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന ആളല്ല. ഞാൻ ഇവിടെ News 18 ചാനലിന് ഡിബേറ്റ് തന്നെ വിളിച്ചിട്ട് വന്നിരിക്കുന്ന ആളാണ്. അപ്പോൾ കാര്യകാരണ സഹിതം യുക്തിഭദ്രമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള എല്ലാവരുടെയും ചുമതലയാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ളതായതുകൊണ്ട് അഡ്വക്കേറ്റ് PM നിയാസിന്റെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യങ്ങൾക്കും എനിക്ക് മറുപടി പറയേണ്ടതില്ല. അതിപ്പോ അദ്ദേഹം എന്റെ അജ്ഞതയായിട്ടോ അല്ലെങ്കിൽ CPM-ന്റെ വിവരക്കേടായിട്ടോ അഹങ്കാരമായിട്ടോ ധാർഷ്ട്യമായിട്ടോ ഒക്കെ വിവരിച്ചാൽ അദ്ദേഹത്തിന്റെ നിലവാരം അത്ര ഉയർന്നു അദ്ദേഹം വിചാരിച്ചിരുന്നോട്ടെ, കസേരയിൽ ഉറച്ചിരുന്നോട്ടെ, അദ്ദേഹത്തിന്റെ കൂടെ ആ നിലവാരം കൂടെ മുമ്പോട്ട് പോയിക്കോട്ടെ. എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞത് താങ്കളുടെ കസേരയിൽ താങ്കൾ സുധീരം ഉറച്ചിരിക്കുക, മുമ്പോട്ട് പോവുക.
അത് തന്നെ ചെയ്താൽ മതി. അല്ല, ശ്രീ എം ജയേന്ദ്രൻ, ഇവിടെ PM നിയാസിനും VM സുധീരനും ഒക്കെ പാർട്ടിയെയും സർക്കാരിനെയും തിരുത്തുവാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുവാനുള്ള സൗകര്യമുണ്ടായിരുന്നു, അവസരമുണ്ടായിരുന്നു. പക്ഷേ അത് CPM-നുള്ളിൽ പറ്റുമോ എന്നുള്ള സംശയമല്ലേ ഉന്നയിച്ചുള്ളൂ ശ്രീ PM നിയാസ് ഉന്നയിച്ചുള്ളൂ, ശ്രീ ജയേന്ദ്ര സാർ? അല്ല, അതല്ലല്ലോ ഇവിടെ കണ്ടത്. നിങ്ങൾ CPM-നെ നന്നാക്കാൻ നിങ്ങൾക്കുള്ള അത്യുത്സാഹം ഞാൻ അംഗീകരിക്കുന്നു, ഞാനത് മനസ്സിലാക്കുന്നേ. ആ പാർട്ടിയെ നിങ്ങൾ നന്നാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആ ഉത്സാഹം ഞാൻ മാനിക്കുന്നു. എന്നിട്ട് തന്നെ ചോദിക്കണം, നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ചുള്ള അതിന്റെ ചില പുതിയ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണല്ലോ. അതിൽ നടക്കുന്നത് മാന്യതയുള്ള ഏർപ്പാടാണോ, ഒരു സർക്കാരിനുള്ള നിലയിൽ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളാണോ? അതിനെ കേവലം ഒരു എഗ്രിമെന്റ് ഞാൻ കാണിച്ചില്ല എന്നുള്ള നിലയിലേക്ക് കുറച്ച് കാണിക്കുക എത്ര മോശപ്പെട്ട കാര്യമാണ്. ഒറ്റ സെക്കൻഡിൽ ഒരു കാര്യം പറഞ്ഞ് നിർത്തിക്കോളാം ഞാൻ. ഈ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ അത് നിങ്ങൾ ചെയ്തത് ഞങ്ങളെ അറിയിക്കാതെയാണ് എന്ന് പറഞ്ഞ് ഒരു കരഞ്ഞൊരു കത്താണ് എഴുതേണ്ടത്. നിയമവിരുദ്ധമായ പണിയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്, അത് തിരുത്താൻ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞല്ലേ കത്തയക്കേണ്ടത് ഗവൺമെന്റ്. അങ്ങനെ ഒരു കത്ത് ഈ കമ്പനിക്ക് നാളിതുവരെ ഈ സമയം വരെ കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്ത് വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത്? എന്ത് മാന്യതയാണുള്ളത്? കേരളത്തിന്റെ താല്പര്യങ്ങൾ ഗവൺമെന്റ് അറിയാതെ ബലി കഴിച്ചു എന്ന് മുഖ്യമന്ത്രി നിയമസഭയെ പറയുക, എന്നിട്ട് കരഞ്ഞ് വിലപിച്ചുകൊണ്ട് കത്തെഴുതുക. ഇതാണോ ഭരണം? ഇങ്ങനെയാണോ ഭരിക്കുന്നത്? ബലേഭേഷ് എന്നേ പറയാനുള്ളൂ. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വിഴിഞ്ഞം വിഷയത്തിൽ CPM പ്രതിരോധത്തിലോ? അതേ എന്ന് 89% പ്രേക്ഷകരും, അല്ല എന്ന് 9%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.